ജീലാനി ജീലാനി എന്താ ജീലാനി കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ പഠിച്ചേ? കോൺവെക്സ് ലെൻസിന്റെ റിയൽ ഇമേജ്, ഹൈലി ഡിമിനിഷ്ഡ്, ഇൻവേർട്ടഡ്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ടച്ച് ചെയ്തപ്പോൾ ഫീൽ ചെയ്ത പ്രത്യേകത ഉണ്ടല്ലോ, അത് പറഞ്ഞാലും മതി. മറ്റേ കേസുകളും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ദൂര ഒബ്ജക്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ പ്രത്യേകത പൂർണ്ണമായിട്ട് പറയാനുള്ള ഇത് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പൊ പറയേണ്ടത് ആ പ്രത്യേകത, ആ എന്താ പറയാ, ആ തൊട്ട് നോക്കിപ്പോ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഉള്ള പ്രത്യേകത പറഞ്ഞാൽ സെന്ററിൽ തിക്ക്, സെന്ററിൽ തിക്കാണ് കോൺവെക്സ്. പിന്നെ എഡ്ജിലോ തിന്ന. ഓക്കെ, അഫിനെ ഈ സെന്ററിൽ തിക്കായിട്ടുള്ളതും എഡ്ജിൽ തിന്നായിട്ടുള്ള ലെൻസ് ഏതാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? സെന്ററിൽ തിക്കായിട്ടുള്ളതും എഡ്ജിൽ തിന്നായിട്ടുള്ള ലെൻസ് ഏതാ? കോൺകേവ് ആണോ കോൺവെക്സ്? കോൺവെക്സ്. ആമിന സർ, എഡ്ജിൽ തിന്നായിട്ടുള്ളതും സെന്ററിൽ തിക്കായിട്ടുള്ള ലെൻസ് ഏതാ? അപ്പോ കോൺകേവ് ലെൻസ്. എഡ്ജിൽ തിന്നായിട്ടുള്ളതും സെന്ററിൽ തിക്കായിട്ടുള്ള ലെൻസ് ഏതാ? ഒന്നോട്ട് പറയാവോ? എഡ്ജിൽ തിന്നാണ്, സെന്ററിൽ തിക്കാണ്. കോൺകേവ് ലെൻസ്. അനശ്വര ശരിയാണോ? കോൺവെക്സ് ലെൻസ്. അല്ല സാർ, തെറ്റാണ്. പിന്നെ കോൺവെക്സ് ലെൻസ് പറയുമ്പോ കറക്റ്റ് ആര്? ഫാത്തിമ ടി എൻ. എഡ്ജിൽ തിക്കാണ്, സെന്ററിൽ തിന്നാണ്, ഏതാ ലെൻസ്? എഡ്ജില് തിക്ക്, സെന്ററിൽ തിന്ന. കോൺവെക്സ് ആണോ അഫ്നാനെ? എഡ്ജിൽ തിക്കായിട്ടുള്ള സെന്ററിൽ തിന്നായിട്ടുള്ള ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ്. കോൺകേവ് ആണ് അല്ലെ? കോൺകേവ്, എഡ്ജിൽ തിൻ. ഓക്കെ, എഡ്ജിൽ തിൻ വന്നാലാണ് അത് കോൺവെക്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയല്ലേ, ഇതേ കോൺവെക്സ് ലെൻസ് ഇങ്ങനെയല്ലേ ഇരുന്നത്, എഡ്ജിൽ തിന്നാണ്. ഓക്കെ, കോൺകേവ് ലെൻസ് ആണ് ഇങ്ങനെ ഇരുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് കാണിക്കാറിയില്ല, അങ്ങനെയില്ല ആവട്ടെ. ഓക്കെ, ഇതെങ്ങനെ ഇല്ലു അല്ലെ? എഡ്ജില് തിന്നായിരിക്കും, അല്ല എഡ്ജിൽ തിക്കായിരിക്കും, സെന്ററിൽ തിന്നായിരിക്കും. ഇതെങ്ങനെ ഇരുന്നു. ഓക്കെ, ഇതാണ് കോൺകേവ്. ഓക്കെ, കോൺകേവ് നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാം, ഇതാണ് കോൺകേവ്. കണ്ടോ? കോൺവെക്സ് എന്ന് പറയുമ്പോ എഡ്ജില് തിക്കായിരിക്കും. അപ്പൊ പഠിക്കണത് കേട്ടോ. ഓക്കെ, ഇനി യഹിയ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് ഡിഫൈൻ ചെയ്തു. എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? The rate of a medium of another medium. എന്ത് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്? എന്ത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? എയറിന്റെ റേഷ്യോ. എന്തിന്റെ റേഷ്യോ വെച്ചിട്ട്? എനിക്ക് ഹൈറ്റിന്റെ റേഷ്യോ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല റേഷ്യോസ് കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തിന്റെ റേഷ്യോ കമ്പയർ ചെയ്യുന്നത്? എല്ലാത്തിന്റെ മറ്റേ എയറിന്റെ പഠിച്ചിട്ടില്ല. വാക്കത്തിന്റെ. ഈ അരീന ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്തിന്റെ റേഷ്യോ ആണ് എഹിക്ക് മനസ്സിലായിട്ടുള്ള? എന്തിന്റെ റേഷ്യോ ആണ് കമ്പയർ ചെയ്യുന്നതെന്ന്? ഓഡിയോ ഓഫ് ചെയ്തേ. ഏതാണ്? എന്താ കമ്പയർ ചെയ്യുന്നത് മോളെ? എന്താണ് കമ്പയർ ചെയ്യുന്നത്? വെറുതെ വാക്വം കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? വെറുതെ എയർ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? ഗിവൺ മീഡിയം ആയിട്ട് വാക്വം കൊണ്ട് എന്താണ് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. അതാണ് എഹി കേട്ടോ, സ്പീഡ് ഓഫ് ലൈറ്റില് കമ്പയർ ചെയ്യുന്നേ. അല്ലാണ്ട് വെറുതെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കമ്പയർ? എന്താ അതിന്റെ അർത്ഥം? എന്താ ഉദ്ദേശിക്കുക? ഇത് രണ്ടും കമ്പയർ ചെയ്യുക, എയറും വാട്ടറും കമ്പയർ ചെയ്യാന്ന്. എന്ത് കമ്പയർ ചെയ്യുന്നു? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കമ്പയർ ചെയ്യുന്നത്. എയറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും. ഓക്കെ, അല്ല സോറി, ഒരു മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും ആണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫാത്തിമ സാല. അപ്പൊ എന്താ ഫാത്തിമ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോ? അത് തന്നിരിക്കുന്ന മീഡിയത്തിന്റെ സ്പീഡ് ഓഫ് ലൈറ്റും. It is a ratio of speed of light in given medium with respect to the speed of light in other medium. ഒരു മറ്റൊരു മീഡിയം ആയാൽ മതി, അത് വാക്വം ആവണ്ട. മനസ്സിലായോ? ഫസ്റ്റ് കേസിൽ അത് വാക്വം ആവണമായിരുന്നു, അബ്സല്യൂട്ട് വന്നു. ഇവിടെ അത് വാക്വം തന്നെ ആവണം നിർബന്ധമില്ല, ഏത് മീഡിയം വേണമെങ്കിലും വരാം. ഇതിനെയാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അമാനിലാഹി.
അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻ പറഞ്ഞേ. N is equal to C by V. ഓക്കെ Sin A by sin R. ഓക്കെ N, ഓർമ്മയില്ലേ? N is equal. അബ്സല്യൂട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യാലോ, രണ്ടിന്റെ അബ്സല്യൂട്ട് വെച്ചിട്ട്. അല്ല ഈ സി ബൈ വി അബ്സല്യൂട്ടിന്റെ അല്ലേ? ഞാൻ ചോദിച്ച റിലേറ്റീവ് ആ. റിലേറ്റീവിന്റെ 3 ഇക്വേഷൻ. റിലേറ്റീവിന്റെ എങ്ങനെയാ വരിക? റിലേറ്റീവ് റിഫ്രാക്ട്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. NGW equal to അങ്ങനെയാണോ? അത് തന്നെ, NGW ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും സ്പീഡ് വെച്ചിട്ട്? അത് VW by VG. അങ്ങനെ തിരിക്കാൻ മറക്കരുത് കേട്ടാ. വി ജി എന്ന് എഴുതി പോകരുത്, VW by VG ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇന്നലത്തെ ആക്ടിവിറ്റിയുടെ ബാക്കി. അതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറയണം കേട്ടാ. എന്തുകൊണ്ടാണ് ആ ലെൻസ് ആ സൺറൈസിന്റെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ അപ്പുറം ഒരു പേപ്പർ വെക്കുമ്പോൾ അത് കത്തും. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ കരിയിലേക്ക് കത്തിക്കുന്നതും. ഓക്കെ, ഇങ്ങനെ ലെൻസ് ഉപയോഗിച്ചിട്ട് മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കത്തുന്നത്. അതുപോലെ ഈ മറ്റേ എന്താ പറയാ, നമ്മുടെ ബൾബ് ഉണ്ടല്ലോ, ഇൻകാൻഡസെന്റ് ലാമ്പ് ബൾബ്, അതിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതാ ഊരിയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് നേരെ സൂര്യന് നേരെ പിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും വെച്ചാൽ അതിന് കത്ത് പിടിക്കുന്ന കാണാനായിട്ട് പറ്റും. കണ്ണിന് നേരെ ഒന്നും പിടിച്ചേക്കരുത് കേട്ടോ, അത് കുറച്ച് അപകടമാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു, സാറേ ഞാൻ ആ ലെൻസ് കണ്ണിന് നേരെ പിടിച്ചു, പിന്നെ കണ്ണ് കുറച്ച് കഴിയുമ്പോൾ തലയ്ക്കൊക്കെ ഭയങ്കര വേദന തോന്നിയെന്നൊക്കെ. എന്നാൽ അതിനൊരു പ്രശ്നമുണ്ട് അങ്ങനെ നമ്മൾ നേരെ പിടിക്കുമ്പോൾ. ഓക്കെ, ഇത് ഈ ആക്ടിവിറ്റിയുടെ ലാസ്റ്റ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആക്ടിവിറ്റി നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ തീർന്നു അല്ലെ? ഓക്കെ, കോൺവെക്സ് ലെൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എഴുതാനുണ്ട്. അത് ഞാനിപ്പോ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ആ ഫോക്കസിന്റെ ഒരു ക്വസ്റ്റ്യൻ. പറഞ്ഞോ ഫാത്തിമ ഇസ്മായില പറഞ്ഞോ. Sir, N21 is equal to N1 by N2 ആണോ? പിന്നെ തിരിഞ്ഞു പോകൂലേ, നമുക്ക് ആൻസർ കിട്ടുന്ന മാറിപ്പോകൂലേ? N21 by N1 ആണ്. N2 by N1 എന്ന് പറയണം. അങ്ങനെ പറയണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നേരെ തന്നെ പറഞ്ഞോളാം, അല്ലെങ്കിൽ ആൻസർ റെസിപ്രോക്കൽ കിട്ടും. നമുക്ക് എത്രയാണോ കിട്ടേണ്ടത്? ഇപ്പൊ നമ്മൾ പറയാണ് ഒരു എത്ര, ഇപ്പൊ 100ന് നമുക്ക് 1/100 കിട്ടിയാൽ ശരിയാവോ? അത് രണ്ട് വാല്യൂ അല്ലേ? എത്ര ചെറുതാ. 100ന് 1/100 എന്ന് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു വ്യത്യാസം വരും, അതിന്റെ റെസിപ്രോക്കൽ ആയി പോകും കേട്ടോ. ഒരിക്കലും ചെയ്യരുതേ. N21 എന്ന് പറഞ്ഞാൽ അത് N2 by N1 ആണ്. N12 എന്ന് പറഞ്ഞാൽ അത് N1 by N2 ആണ്. സ്പീഡ് എടുക്കുമ്പോൾ മാറ്റിയെടുക്കാം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി. നമ്മൾ ഫോക്കസിന്റെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഞാനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്താണ്. 5th ക്വസ്റ്റ്യൻ കേട്ടോ. 5th ക്വസ്റ്റ്യൻ വായിച്ചോ. ഓക്കെ, ഞാൻ പറയാം. കോൺവെക്സിലൂടെ വരുന്ന പാരലൽ റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ബീമ പി സിദ്ദിഖ്, എന്താ അഭിപ്രായം? ട്രൂ ആണോ ഫോൾസ് ആണോ? ഓഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞു. Sir, true അല്ലേ? ട്രൂ അല്ലേ? ട്രൂ അല്ലേ എന്നാണ് പറയാ, ട്രൂ ആണെന്നാണ് പറയാ? ട്രൂ ആണ്. ആ പോയിന്റ് അല്ലേ നമ്മൾ ഫോക്കസ് കണ്ടുപിടിക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെ. എന്നിട്ട് പിന്നെ അല്ലേന്നൊക്കെ ചോദിക്കുന്നത് ആണ്. ട്രൂ ആണ് കേട്ടോ. ഓക്കെ, ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ആ കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്ത പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുത്തു.
കഴിഞ്ഞ അൽസാബിത്തെ ഇല്ല സാർ. കഴിഞ്ഞില്ല. പറ്റുന്നാട്ടെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതിയത്, അഞ്ചാമത്തെ മാത്രം. പാരലൽ റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ കോൺവെക്സ് ലെൻസ് കൺവേർജ് കേട്ടോ. ആ വാക്ക് എഴുതണം, കൺവേർജ്. ഓക്കെ, മീറ്റ് ഇന്റർസെക്ട് എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ്. ഇതെല്ലാം കൂടി വന്ന് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന് ഞാനൊരു പേര് കൂടി കൊടുത്തോട്ടെ. ഇനി കൺവേർജിങ് ലെൻസ് എന്ന് വിളിച്ചോട്ടെ, കൺവേർജിങ് ലെൻസ്. ഓക്കെ, നമ്മൾ ഏതാ കൺവേർജിങ് മിറർ പഠിച്ചത് ഏതായിരുന്നു ജിലാനി? കൺവേർജിങ് മിറർ പഠിച്ചത് ഏതായിരുന്നു? കോൺകേവ് ആണ്. കോൺകേവ് ആയിരുന്നു അല്ലെ? കോൺകേവ് ആണ്. ഇത് കണ്ടോ, കോൺവെക്സ് ആണ്. ആ ഒരു വ്യത്യാസം വരും കേട്ടോ, മാറിപ്പോരുത്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മൾ രണ്ടും പഠിച്ചു കഴിയുമ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് മിററിന്റെ കേസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലെൻസിൽ വരുന്നത്. ഓക്കെ, കാരണം മിററിൽ നമുക്ക് ഫോക്കസ് കിട്ടിയായിരുന്നോ? കോൺവെക്സ് മിറർ വെച്ചപ്പോ ഫോക്കസ് കിട്ടിയായിരുന്നോ? അബിയ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? അബിയ സുൽത്താന കിട്ടിയായിരുന്നോ? ഇല്ല. എന്താ അങ്ങോട്ട് നോക്കിക്കുന്നത്? ഇവിടെയല്ലേ പറയുന്നത്, എവിടെ ശ്രദ്ധ? ഇതേ അൽസാബത്ത് കിടന്ന് ഉറങ്ങണു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? അൽസാബിത്ത എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. പിന്നെ കിടന്ന് ഉറങ്ങണേ. പറ സാറേ കഴിഞ്ഞു. അൽസാബത്തിനോട് ഞാൻ ചോദിച്ചല്ലേ അൽസാബത്ത് കഴിഞ്ഞു, അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കയറി കിടന്ന് ഉറങ്ങും അൽസാബത്ത്. ഞാനെന്താ വിചാരിക്കണേ? ഓക്കെ, അപ്പോ നമുക്ക് ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ആക്ടിവിറ്റി മുന്നോട്ട് പോകണം അല്ലെ? ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ഇത് നമുക്ക് തിയറി ആയിട്ട് എങ്ങനെ കാണിക്കാം അല്ലെ? ഈ പാരലൽ റേസ് വരുന്നതും കൺവേർജ് ചെയ്യുന്നതും ഒക്കെ നമ്മളൊരു തിയറിയിൽ നമ്മൾ എങ്ങനെ തിയറി ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതി കാണിക്കാന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടോന്ന്? ഈ പുള്ളി വെറുതെ പറയുന്നതൊക്കെ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ? ആ സഹറയ്ക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഭീമയ്ക്ക് തോന്നുന്നുണ്ട്, അച്ചു സാറ, ദിയ, സ്വാലിഹ, അഫ്ര. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമ്മളത് കാണിക്കാൻ പോവാണ്, നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാൻ പോവാണ് എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ കണ്ടോളൂ. ഓക്കെ, ദാ ലേസ് ഇവിടെ ശ്രദ്ധിച്ചേ. ഇതാ വരുന്ന ലൈറ്റ് റേ ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ലെൻസ് കൊണ്ടുപോയിട്ട് ഇതിനിടയ്ക്ക് വെക്കുമ്പോ കണ്ടോട്ടോ, ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ അതിനിടയ്ക്ക് കൊണ്ടുപോയി വെച്ചു. എന്താ കാണുന്ന അനശ്വര? കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്തു അല്ലെ? ഇത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുത്തു, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പാരലൽ റേസ് എല്ലാം കൂടി ഫോക്കസ് എന്ന ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസില് ഇമേജ് കിട്ടിയത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിതൊന്ന് വരച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഹെഡിങ്ങിന് ഇപ്പോ കൊടുത്തേക്കണല്ലേ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് ഹെഡിങ് കൊടുത്തേക്കണേയാണല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്തൊന്ന് വരച്ചു വെച്ചാൽ മതി. ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ആരും വരയ്ക്കണ്ട, ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇതെവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. ആദ്യം തന്നെ ഞാനൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുവാണ്. ഇപ്പൊ ആരും വരയ്ക്കണ്ട, ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസ്. ഞാനൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഓക്കെ, ഇതിലേക്ക് പാരലൽ ആയിട്ട് ഒരു ലൈറ്റർ ചെന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് സർഫസ് കണ്ടോ, ഇതിന്റെ ഫസ്റ്റ് സർഫസിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ ഞാൻ മറ്റൊരു റേ കൂടി വരച്ചു പാരലൽ ആയിട്ട്. ഇതിന്റെ ആദ്യം കാണുന്ന ഈ ഒരു സർഫസിലേക്ക് ഇത് എത്തും. ഓക്കെ, എത്തിക്കഴിഞ്ഞിട്ട് ഇതിനെന്ത് സംഭവിക്കും? റിഫ്രാക്ട് ചെയ്യും അല്ലെ? ഇതിന് രണ്ട് സർഫസ് ഉണ്ട്, നമ്മൾ കണ്ടില്ലായിരുന്നോ? ഓക്കെ, ഇതാ ഇതിന് ഒന്ന് അപ്പുറയുണ്ട്, ഒന്ന് ഇപ്പുറയുണ്ട്. രണ്ട് തവണ റിഫ്രാക്ഷൻ നടക്കും ഇതിനകത്ത്. ഓക്കെ, ഇവിടെ നടക്കും, ഇവിടെ നടക്കും. അകത്തുനിന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് റിഫ്രാക്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഞാൻ ഇതിന്റെ നോർമൽ വരച്ചാലാണ് ഇത് എങ്ങോട്ടാ റിഫ്രാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഇതിന്റെ നോർമൽ എങ്ങോട്ട് വരയ്ക്കും നമ്മള്? നോർമൽ എങ്ങനെ വരയ്ക്കും? ഇതൊരു സ്പിയർ ആണ് കേട്ടോ, ഇതൊരു സ്പിയർ അല്ലേ? ഇതൊരു സ്പിയർ ആണ്. ഈ സ്പിയറിന്റെ നോർമൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആർക്ക് പറയാം? ഈ സ്പിയറിൽ ഈ പോയിന്റിലേക്കുള്ള നോർമല് നിങ്ങൾ ടാൻജന്റ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ സർക്കിളിന്റെ കോൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും.
ഒന്ന് ആലോചിച്ച് നോക്കി. എനിവൺ? ഒരു സർക്കിളിൽ ദേ ഈ ഒരു പോയിന്റ് എടുത്തു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ച ഇത് എവിടെയായിരിക്കും മീറ്റ് ചെയ്യുക? ആർക്ക് പറയാം? എന്നാ അങ്ങനെ ചോദിക്കാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ച ഈ പോയിന്റ്, അതായത് ഈ ഒരു ഇങ്ങനെ ഒരു ലൈൻ വരച്ച ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു ലൈൻ എങ്ങോട്ട് വരയ്ക്കണം? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ മാറ്റുമ്പോ എവിടെയായിരിക്കും? സെന്ററിലല്ലേ സാർ 90 ഡിഗ്രി വരണ്ടേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 90 ഡിഗ്രി വരുന്ന എവിടെയാണ്? സെന്ററിൽ അല്ലേ? സെന്ററിൽ വരയ്ക്കുമ്പോഴല്ലേ 90 ഡിഗ്രി വരിക. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടായിരിക്കും അപ്പൊ വരയ്ക്കണ്ടേ? ഇതൊരു ഇമാജിനറി സ്പിയറിന്റെ പാർട്ട് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എങ്ങടാ വരയ്ക്കണ്ടേ ഇതിന് നോർമൽ ആയിട്ട്? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് അല്ലേ? അപ്പൊ ഒരു സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരച്ച ഇത് നോർമൽ അല്ലേ? ഓക്കെ, ഞാനിപ്പോ അങ്ങോട്ടൊന്നും അധികം എത്തിക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു നോർമൽ വരച്ചു എന്ന് വിചാരിച്ചോ. സപ്പോസ് ഞാൻ ഇവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, നോർമൽ വരച്ചു. ഇതെന്താ ചെയ്യാ? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കോ ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കോ? ഹാരിസേ, എയർ ടു ഗ്ലാസ്, എയർ ടു ഗ്ലാസ്, ഗ്ലാസ് അല്ലേ ലെൻസ്, എങ്ങനെയായിരിക്കും? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണോ ബെൻഡ് അവേ ഫ്രം നോർമൽ ആണോ? സാർ ബെൻഡ് ടുവേർഡ്സ്. ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്, കറക്റ്റ് ആണ് അല്ലെ? നോർമലിലേക്ക് ചേർന്നായിരിക്കും പോവാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതൊരല്പം നോർമലിലേക്ക് ചേർത്ത് വരച്ചു. വീണ്ടും പ്രശ്നം, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് അല്ലെ? ഇവിടുന്ന് പുറത്തേക്ക് വരുവാണ്. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് വരുമ്പോ എന്താ പഠിച്ചിരിക്കുന്നത്? നിഷാന സിയാദ് എന്താ പഠിച്ചിരിക്കുന്നത്? നിഷാന, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണെങ്കിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഞാൻ ഇവിടെ ഒരു നോർമൽ വരച്ചാ, അതാ ഇങ്ങനെ ഒരു നോർമൽ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോർമൽ വരയ്ക്കുമ്പോ എങ്ങോട്ടായിരിക്കും അറിയോ? ഈ സ്പിയറിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കായിരിക്കും. ഈ വരുന്നുണ്ടല്ലോ, ഈ സർക്കിളിന്റെ സെന്ററിലേക്ക്. മനസ്സിലായോ? ഇതിലേക്ക് മുട്ടുമ്പോ എന്ത് ചെയ്യാ? ഇതൊന്നും അറിഞ്ഞിരിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ, എങ്ങനെയാണ് ഈ നോർമൽ വരയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഈ സർക്കിളിന്റെ ഈ ഇമാജിനറി സ്പിയർ കണ്ടോ, ഇതിന്റെ സെന്ററിലേക്കായിരിക്കും ഈ നോർമൽ ചെന്ന് മീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ബെൻഡ് അവേ അല്ലേ? ബെൻഡ് അവേ ആവുമ്പോ ഇവിടെ നിന്ന് മാറിയിട്ടായിരിക്കും പോവുക. ഓക്കെ, ഇതിങ്ങനെ മീറ്റ് ചെയ്യും. ഓക്കെ, ഇനി താഴെ ചെന്ന ലൈറ്റ് റേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ ചെന്ന ലൈറ്റ് റേയും ഈ പറഞ്ഞ പോലെ ഞാൻ നോർമൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ നോർമൽ വരച്ചു. എന്തായിരിക്കും സംഭവിക്കുക? ബെൻഡ് ടുവേർഡ്സ് ആണോ ബെൻഡ് അവേ ആണോ? അലൈന, ബെൻഡ് ടുവേർഡ്സ് ആണോ ബെൻഡ് അവേ ആണോ? ബെൻഡ് ടുവേർഡ്സ് ആണ് അല്ലെ? അപ്പൊ ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? നോർമൽ നോട് ചേർന്ന് പോകും. ഓക്കെ, നോർമൽ നോട് ചേർന്ന് ഈ ലൈറ്റ് റേ പോകും. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു നോർമൽ വരയ്ക്കുവാണ്. പുറത്തേക്ക് പോകുമ്പോ ഇവിടെ വീണ്ടും ഒരു നോർമൽ വരയ്ക്കുന്നു. ഇവിടെ എന്തായിരിക്കും? ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കോ ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കോ? അച്ചു പറഞ്ഞോ. ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കും. അപ്പൊ നോർമലിൽ നിന്നും മാറിയിട്ട് പോകും. അങ്ങനെ ഇതെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ഒന്നും കഷ്ടപ്പെട്ട് കാണിക്കേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ സെന്ററിലേക്ക് വരച്ചിട്ട് മീറ്റ് ചെയ്യുന്ന കാണിച്ചാൽ മതി. അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഒരു ലെൻസ് വരയ്ക്കുക. ഇതാ, ഓക്കെ, ലെൻസ് വരയ്ക്കുക, പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലൈറ്റ് റേ കാണിക്കുക. അതെല്ലാം കൂടി എന്ത് ചെയ്യുക? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. സെന്ററിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജീലാനി? ഈ പോയിന്റ് നമ്മൾ എന്തെന്നാ വിളിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഇനിയിപ്പോ എത്ര റേ വന്നാലും അതെല്ലാം കൂട്ടിമുട്ടുന്നത് ഈ പോയിന്റിലേക്കായിരിക്കും. വരച്ചെടുത്തോ. ഓക്കെ, ഈ റേസ് എല്ലാം വന്ന് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലേക്കായിരിക്കും. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഇതിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? അഫ്നാനെ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കോ? ഇവിടുന്ന് അഫ്നാൻ എങ്ങോട്ടാ പോണ്ടേ? റൈറ്റ് സൈഡിലോട്ട്. റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ എന്താ ഇതിന്? പോസിറ്റീവാ നെഗറ്റീവാ? പോസിറ്റീവ്. അപ്പൊ ഇതിന് ഇത്രയും ഫോക്കസ് ഉണ്ടെന്നല്ല പഠിച്ചേക്കുന്നേ. അപ്പൊ നെഗറ്റീവ് വരല്ലേ?
അപ്പൊ രണ്ടും വരുമായിരിക്കും. രണ്ടുപേരുമായിരിക്കും. എന്നാ അങ്ങനെയല്ല, നമ്മൾ ലൈറ്റ് എവിടെ നിന്ന് വരുന്നതായിട്ട് എടുക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ. അപ്പൊ ഇവിടെയാണ് ഫോക്കസ്. രണ്ട് ഫോക്കസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫോക്കസ് ആണ് ഫോക്കൽ ലെങ്ത്തിന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഫോക്കസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. കാരണം ലൈറ്റ് ലെഫ്റ്റിൽ നിന്നാണല്ലോ വരുന്നത്. നമ്മൾ അങ്ങനെയല്ല അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എല്ലാം കൂടി കൺവേർട്ട് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാണ്. അതാണ് പ്രിൻസിപ്പൽ. ഇത് വരയ്ക്കണമെന്നില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ വരച്ചെടുക്കാന്നുള്ളൂ. ഇതാണ് വേണ്ടത് കേട്ടോ. എക്സാമിന് ഇങ്ങനെ വരച്ചാലും മതി, മാർക്ക് കിട്ടും. ഇനി അതിന്റെ താഴെ വേണമെങ്കിൽ ഫോക്കൽ ലെങ്ത് മാർക്ക് ചെയ്തോ. ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഈ ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും. ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ആൽബിൻ ജേസൺ ലേറ്റ് ആയതാണോ? വൈഫൈ ഓഫ് ആയി പോയി. കഴിഞ്ഞോ? കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് എഴുതിയോ? ഇനി അതിനൊന്നും നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. അതിന്റെ ഒരു ഡെഫിനിഷൻ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ കോൺകേമർ പറഞ്ഞ പോലെ തന്നെ പാരലൽ റേസ് എന്താ പറയാ, റേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അല്ല, ഇവിടെ റിഫ്രാക്ഷൻ ആണെന്നുള്ള മാറ്റമുള്ളൂ. ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ കൺവേർജ് ഓർ മീറ്റ് ഓർ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് നോൺ ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തു. ലൈറ്റ് റേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് parallel to the principal axis after refraction will converges to a point on the principal axis called principal focus of a concave lens. Convex lens എന്ന് എഴുതണേ convex lens എന്ന് എഴുതിക്കും, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്, കാരണം രണ്ടിനും ഡിഫറെന്റ് ആണല്ലോ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അപ്പൊ എന്തായിരിക്കും അമാന ആ പേപ്പർ കത്താനുള്ള കാര്യം എന്തായിരിക്കും? ആ പേപ്പർ ബേൺ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ്. അനശ്വര പറഞ്ഞോ. സാർ, ഈ ഒപ്റ്റിക് സെന്ററിലെ ആ ഓ തൊട്ട് എഫ് വരെയുള്ള ഇതല്ലേ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തണേ? അതെ. ഓക്കെ, അപ്പൊ അത് കത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഈ വരുന്ന സൺറൈസ് എല്ലാം കൂടി എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഒരു റിയൽ ഇമേജ് ഓഫ് സൺ ഫോം ചെയ്യും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും, ഈ സാധനം ചൂട് പിടിക്കുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്ന, കത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് കത്താനുള്ള കാരണം എന്താ? ഈ ലൈറ്റർ എല്ലാം കൂടി വരുന്ന ലൈറ്റ് ഹീറ്റ് എനർജി എല്ലാം കൂടി എന്ത് ചെയ്യുവാണ്, ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്, ഫോക്കസിലേക്ക്. ഓക്കെ, അപ്പൊ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കത്ത് പിടിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതേ ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് കോൺകേവ് ലെൻസിൽ ഇതുപോലെ തന്നെയാ. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുവാണ്, അതാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കത്താനുള്ള കാരണം. ഓക്കെ, അതുപോലെ ഒരു ബിൽഡിങ്ങിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കോൺകേവ് ഷേപ്പിൽ വിദേശത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നതാണ്. ആ ബിൽഡിങ്ങിന് അടുത്തൊരു കാറ് പാർക്ക് ചെയ്തിട്ട് അതിന്റെ പറഞ്ഞായിരുന്നില്ലേ, അതിന് കാരണം അതെ, വരുന്ന സൺലൈറ്റ് എല്ലാം കൂടി എന്ത് ചെയ്യുവാണ്, കൺവേർജ് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ബേൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട വന്നൊരു കഥയുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ
കേവ് ലെൻസിൽ ഇതേ മെത്തേഡിൽ ചെയ്യുവാണ്. എവിടെയാണ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്? ചെയ്തു നോക്കാം. കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ മിറർ ഹോൾഡർ എടുത്തോ. മിറർ ഹോൾഡർ എടുത്തോ. എന്നിട്ട് അതിനകത്ത് കോൺകേവ് ലെൻസ് കയറ്റി വെക്കുക കേട്ടോ. കോൺകേവ് ലെൻസ്, കോൺവെക്സ് അല്ല, കോൺകേവ്. ഒരു സമയത്ത് ഒരെണ്ണം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇടുമ്പോൾ ചിലപ്പോൾ കവർ മാറിപ്പോവും, പ്രശ്നമാണ്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസ് മാത്രം എടുക്കുക. അത് നിങ്ങളുടെ മിറർ ഹോൾഡറിനകത്ത് കയറ്റി വെക്കുക. ഇതാ ഇതുപോലെ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഓപ്പോസിറ്റ് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് സ്ക്രീനിൽ എവിടെയാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ എടുക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കുക, എന്നിട്ട് സ്ക്രീൻ ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ മാറ്റിയിട്ട് എവിടെയാണ് അതിന്റെ ഷാർപ്പ് ഇമേജ് കിട്ടുന്നത് നോക്കാം. അതിന്റെ ഷാർപ്പ് ഇമേജ് എവിടെ കിട്ടും ചെക്ക് ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. ഓക്കെ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എത്രത്തോളം നന്നാവുന്ന അത്രയും നല്ലതാണ് കേട്ടോ. ഓക്കെ, അതാണ് ഇപ്പൊ സൂര്യനെ എടുത്ത ഏറ്റവും ബെറ്റർ സൂര്യനെ എടുക്കലാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അകലെയുള്ള മരങ്ങൾ എടുക്കലാണ്. അത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ വിൻഡോ വരിക. അപ്പൊ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സൂര്യനെ എടുക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഡിസ്റ്റന്റ് ആയിട്ടുള്ള വല്ല വീടോ മല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് നോക്കുക, ഷാർപ്പ് ഇമേജ് ഫോം ചെയ്യാം. ഇന്നലെ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്തില്ല എല്ലാരും? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ജിലാനി ചെയ്തിട്ടില്ല? കിട്ടിയില്ലായിരുന്നോ? എന്നിട്ട് പറയാൻ ഞാൻ ആർക്കാണ് അത് പറഞ്ഞായിരുന്നു ലാസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബൈ വീക്കിലിയുടെ സ്റ്റാറ്റസ്. ഓക്കെ, അത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. കിട്ടാണ്ടിരിക്കൊന്നുമില്ല, കിട്ടും കേട്ടോ. വേറെ ആർക്കാ? ജീലാനിക്ക് ഇന്നലെ ഇതുണ്ടായിരുന്നോ ഓൾഡർ? ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് വെച്ചേക്ക്. ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് കേട്ടോ, ഒന്ന് റഫായിട്ട് ഒന്ന് മെഷർ ചെയ്ത് വെച്ചാൽ മതി, എത്ര കിട്ടും. ഓക്കെ, കിട്ടിയവന്നവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ കേട്ടോ. ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്നവരൊന്ന് ആൻഡ്രൈസ് ചെയ്ത് വെച്ചു. പറഞ്ഞോ. അതിലെ കിട്ടിയാ? കിട്ടി സാർ. കിട്ടി. എന്താ ഇമേജ് തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്? അതെ. വേറെ ആർക്കൊക്കെ കിട്ടി? ബോബിക്ക് കിട്ടിയോ? ബോബി എങ്ങനെ തലതിരിഞ്ഞാണോ കിട്ടിയേ? പിന്നെ മുഹമ്മദ് അൻഷിദിന് കിട്ടി. എങ്ങനെ അൻഷിദ് കിട്ടിയ? തലതിരിഞ്ഞാണോ കിട്ടിയേ? സാർ ഇമേജ് എന്ന് പറയാൻ ലെൻസിന്റെ അത്ര കാണുള്ളൂ. ഓക്കെ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങളെ പോലെ. അല്ലക്ക് കിട്ടി. അല്ല പറഞ്ഞോ? ലെൻസിന്റെ മാത്രമേ കാണുള്ളൂ, ഇമേജ് കിട്ടണല്ലോ അല്ലെ? എന്താ കിട്ടാത്ത? ചെയ്തോക്ക്. ആ കിട്ടിയവരാ ലെൻസ് ഒന്നുകൂടെ നോക്കിയ കോൺകേവ് തന്നെയാണോ അതോ കോൺവെക്സ് ആണോ ഒന്നുകൂടെ നോക്കിയ ലെൻസ് എടുത്തിട്ട്. കാരണം ഇത്രയും പേർക്ക് കിട്ടാത്തപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും പേർക്ക് കിട്ടാൻ ആ എഡ്ജ് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിലെ എങ്ങനെയാ അപ്പൊ കിട്ടുന്നത്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? അതിലെ എഡ്ജ് ടച്ച് ചെയ്തപ്പോ എങ്ങനെയാ? തിക്കാണോ?
അല്ല സാർ തിന്ന. എഡ്ജ് തിന്നാണ്. അപ്പൊ അത് ഏത് ലെൻസ് അത്? കോൺവെക്സ്. കോൺവെക്സ്. മാറ്റി വെക്ക്, കോൺകേവ് വെക്ക് കേട്ടോ. പിന്നെ ബോബിക്കോ? ഇമേജ് ഒന്നുമില്ല. എവിടെ ഇമേജ്? അതാ നിഴലല്ലേ? ആ ഇത് ഊരി എടുത്തു. അതൊന്ന് വെച്ച് എന്താ ബോബി എന്താ? അത് മിറർ. അത് എന്റെ തമ്പുരാനെ, അത് വെച്ചത്, അത് ഉരിക്കത് അല്ല ബോബി, അത് ഉരിക്കേ. ആ ലെൻസ് ഹോൾഡറിൽ നിന്ന് അത് ഉരിക്കേ. അത് മിററാ കുട്ട, അത് മിററാണ്. അത് ലെൻസ് അല്ല. ലെൻസ് മിറർ അറിയില്ല. ലെൻസ് ട്രാൻസ്പെറന്റ് ആണെന്നല്ല നമ്മൾ ഇന്നലെ പഠിച്ചേ. ട്രാൻസ്പെറന്റ് ആണോ അത്? മിററാണ് കേട്ടോ. മിററിൽ നോക്കല്ലേ, മിററിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കണേ നമ്മള്. ലെൻസ് നോക്ക്, ലെൻസ് ഇതേ അകത്തുകൂടി കാണാൻ പറ്റണം കണ്ടോ. ഇതാണ് ലെൻസ്, ട്രാൻസ്പെറന്റ്. മിറർ ഒപ്പേക്ക് ആണ്, മിറർ അല്ല എടുക്കണ്ട, ലെൻസ്. അപ്പൊ ഇന്നലെ ഇത് വെച്ചിട്ടാണോ ബോബി ചെയ്തേ? ഓ ഓക്കെ. ആ ലെൻസ് എടുക്കട്ടോ, ലെൻസ് എടുക്ക്. ഇനി ജീലാനിക്ക് കിട്ടിയാ? കിട്ടൂലെന്നേ, നമുക്കിത് കിട്ടൂല. നമ്മൾ എത്ര നോക്കിയാലും കിട്ടൂല. കാരണം കോൺകേവ് ലെൻസ് ഡസന്റ് ഫോം റിയൽ ഇമേജ്. കോൺകേവ് ലെൻസിന് റിയൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ ആണോ? റിയൽ ഇമേജ് ഫോം ചെയ്യാത്ത ഒരു മിററിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് പറയാം റിയൽ ഇമേജ് ഫോം ചെയ്യാത്ത മിറർ? ആ പറഞ്ഞോ, ഒരാള് പറഞ്ഞോ. ഏതാണ്? കോൺവെക്സ് മിറർ. പക്ഷെ ഇതിലേതാ? കോൺകേവ് ലെൻസ് ആണ്. അങ്ങനെ മാറ്റം ഉണ്ട് കേട്ടോ. ലെൻസ് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുക. വിർച്വൽ ഇമേജ് കാണാൻ വേണ്ടി നിങ്ങൾ അതിന്റെ അകത്തൂടി നോക്കിയാ ലെൻസിനകത്തൂടി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി. എങ്ങനെയാ കാണുന്നേ? ലെൻസിനകത്തൂടി എങ്ങനെയാ കാണുന്നേ? ഡിമിനിഷ്ഡ് ആയിട്ട് ഇമേജ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് എവിടെയായിരിക്കും ഫോം ചെയ്തുക? ഇവിടെയാണ് അല്ലെ. അതായത് ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് ഇമേജ്. പക്ഷെ ആ ഇമേജ് ഉണ്ടോ ശരിക്കും അവിടെ? ഉണ്ടോ അഫ്ര? ഇമേജ് അവിടെ ശരിക്കും ഫോം ചെയ്തിട്ടുണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാ നോക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ട്. ലെൻസിനകത്തൂടെ അല്ലേ? അല്ലാണ്ട് നോക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോ നമ്മൾ ആ ഇമേജിന് ഒരു പേര് വിളിക്കും. വിർച്വൽ ഇമേജ്. നമ്മളെ പറ്റിക്കുന്ന ഇമേജുകളെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്, വിർച്വൽ ഇമേജ്. ഓക്കെ. കാരണം അത് നമ്മുടെ സങ്കല്പമാണ് അല്ലെ. വരുന്ന ലൈറ്റ് റേ ഡയറക്റ്റ് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കാറില്ലേ വിർച്വൽ ഇമേജ്. ഓക്കെ. ലൈറ്റ് സ്ട്രെയിറ്റ് ആണ് വന്നതെന്നുള്ള അസംഷനിൽ നമ്മളെ കാട്ടിത്തരുന്ന ഇമേജ്, അതാണ് വിർച്വൽ ഇമേജ്. അപ്പൊ ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതേ സൈഡിലാണ് ഇമേജ് നമുക്ക് കിട്ടുക. ഇതാണ് കോൺകേവ് ലെൻസിന്റെ. ഓക്കെ. അപ്പൊ കോൺവെക്സ് ലെൻസ് ആണ്, കൺവേർജ് ചെയ്യും. ഇനി എന്തായിരിക്കും ഇതിന് കാരണം? എന്തായിരിക്കും ഈ വരുന്ന ലൈറ്ററൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ വരുന്ന ലൈറ്റർ എല്ലാം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ പാരലായിട്ട് വരുന്ന ലൈറ്റർ എല്ലാം അച്ചു പറഞ്ഞോ. അപ്പിയർ ടു മീറ്റ് അല്ലെ. ഡൈവേർജ് ചെയ്ത് പോയി, പല ദിക്കില് പോയി അല്ലെ. ഡൈവേർജ് ചെയ്ത് പോയാൽ നമുക്ക് കിട്ടുമോ? മൂന്ന് ദിക്കിൽ പോയാൽ കിട്ടുമോ? ഇല്ല. ഇത് കൺവേർജ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഒരു കാണുന്ന ഒരാൾക്ക് എന്താണ്? ഈ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റർ എല്ലാം കൂടി ബാക്കിലേക്ക് കൺവേർജ് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോ എങ്ങനെയാ? ഈ വരുന്ന ലൈറ്റർ എല്ലാം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു വിർച്വൽ ഇമേജ് കാണുന്നത്. ആ വിർച്വൽ ഇമേജ് എവിടെ കിട്ടുക? ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ പൊസിഷനിലായിരിക്കും. ഓക്കെ. ഭീമ പി സിദ്ദീഖ് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. ഓക്കെ. അത് തന്നെ. ഭീമ ചോദിക്കുന്ന വേറൊന്നും അല്ല, സാറേ ഇതൊക്കെ ശരിക്കും നടക്കുവോ? ഇങ്ങനെയൊക്കെ ശരിക്കും ലൈറ്റർ വന്നിട്ട് എന്ത് ചെയ്യും? പല ഡിറക്ഷനിലേക്ക് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവോ? ഇതൊക്കെ ഉള്ളതാണ് സാറ് ചുമ്മാ ഞങ്ങളെ പറ്റിക്കുന്നല്ലേ എന്ന് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. എന്നാൽ നല്ല ഡൗട്ടാണ് ചോദിച്ചേക്കാം. ഓക്കെ. നമുക്ക് ഇവിടെ നോക്കാം. ദാ അവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഡൈവേർജിങ് ലെൻസ്. ഇതിനൊരു പേരുണ്ട് കേട്ടോ, ഡൈവേർജിങ്. ഇതിലല്ല, ഇത് കോൺകേവ് ആണ്. ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ ഇത് കോൺവെക്സ് ആണ്. കോൺകേവ് വെക്കുമ്പോ കണ്ടാ എന്നാ അവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ടോ? എവിടുന്ന്? ലെൻസിന്റെ ബാക്കിൽ നിന്ന് ആ ഡിറക്ഷനിൽ ലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല.
അതുകൊണ്ടാണ് നമ്മൾ അപ്പിയർ ടു. അപ്പൊ ഡൈവേർജ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ലൈറ്റ് വരുന്നു എന്നായി പോകില്ലേ? അതുകൊണ്ട് അപ്പിയർ ടു ഡൈവേർജ്, വരുന്നത് പോലെ. അതായത് ലെൻസിന്റെ പുറകില് മീറ്റ് ചെയ്ത് എല്ലാം കൂടി, അതായത് ഈ വരുന്ന ലൈറ്റ് എല്ലാം നമുക്ക് ഒരു പോയിന്റിൽ ലെൻസിന്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലേക്ക് മീറ്റ് ചെയ്യിക്കാൻ പറ്റും. ആ പോയിന്റ് ആണ് നമ്മൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിലെ ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിലെ പറഞ്ഞോ ആൻഡ്രീസ്. ഓക്കെ, ആ പോയിന്റ് ആ ബോബിയുടെ ആൻഡ്രീസ് ഓൺ ആണ്. എന്തെങ്കിലും ചോദിക്കാനാണ് ചോദിച്ചോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ തരട്ടെ? ഇനിയിപ്പോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പിടിച്ചു. ക്വസ്റ്റ്യൻ ഇതാണ്. എ വിർച്വൽ പറഞ്ഞിട്ട് A virtual image is formed when two or more reflected or refracted rays dash at a point. Virtual image form ചെയ്യുന്നത് രണ്ട് reflected rays ആവാം, അല്ലെങ്കിൽ refracted rays ആവാം. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ്, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുമ്പോഴാണ്. രണ്ട് ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ മീറ്റ് ചെയ്യുമ്പോൾ, സെക്കൻഡ് ഓപ്ഷൻ അപ്പിയർ ടു മീറ്റ്. ഓക്കെ ആണല്ലോ? കണ്ണടച്ചോളൂ. ഓപ്ഷൻ കാണിക്കില്ലേ? ആരും ദൈവത്തോടത്ത് ഓപ്ഷൻ ഇപ്പൊ കാണിക്കില്ലേ? കണ്ണടച്ചോ? കണ്ടല്ലോ? ഇനി എല്ലാരും കണ്ണടച്ചോ? എല്ലാരും കണ്ണടച്ചെങ്കിൽ മാത്രം. ഓക്കെ. ഓപ്ഷൻ എ, അതായത് മീറ്റ് ചെയ്യുന്നു എന്നുള്ളവരൊന്ന് 1 കാണിക്കുക, മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളവരൊന്ന് 2 കാണിക്കുക. ക്യാമറയിൽ കാണണം കേട്ടോ. മീറ്റ് ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നു എന്നുള്ളവർ 1 കാണിക്കുക, മീറ്റ് ചെയ്യുന്നു എന്നുള്ളവർ 1 കാണിക്കുക. ഈ അഫിനാശം കണ്ണു തുറന്നിട്ടുണ്ടോ? അഫിനെ പറയുന്നത് കേൾക്കണം കേട്ടോ. അനുസരണ വേണം നമുക്ക് കേട്ടോ, എന്നാലേ നമുക്ക് നല്ലൊരു ശിഷ്യനാവാൻ പറ്റുള്ളൂ. അനുസരണ ഇല്ലെങ്കിൽ കേട്ടോ. സ്വാലിഹ കാണിക്കുന്നില്ല. സ്വാലിഹ കാണിക്കൂ, പെട്ടെന്ന് ആവട്ടെ. സ്വാലിഹയ്ക്ക് വേണ്ടി പാവപ്പെട്ട പിള്ളേരൊക്കെ എത്ര നേരം കൈ. ഓക്കെ, ഇനി എല്ലാവരും കണ്ണു തുറന്നോ? ഇത് മീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ബൈ വീക്കിലേക്ക് മീറ്റ് ചെയ്യില്ല, നിങ്ങളുടെ ബോർഡ് എക്സാമിന് മീറ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, എഴുതിക്കോ. ഒരു കോൺകേവ് ലെൻസിലേക്ക് ചെല്ലുന്ന പാരലൽ റിഫ്രാക്റ്റഡ് റേസ് എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. പക്ഷെ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് ഇമേജ് കാണാൻ വേണ്ടി മീറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് മീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്താലും മതി. നമ്മളത് ഒരുപാട് കണ്ടതാണ് അല്ലെ? കോയിനി കണ്ടതാണ്, അതുപോലെ പെൻസിലി കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കണ്ട. മീറ്റ് ചെയ്യണമെന്നില്ല, മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്താലും മതി. ഓക്കെ, അടുത്ത അബിയ സുൽത്താൻ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. സെവൻത് ക്വസ്റ്റ്യൻ അല്ലേ സർ? സെവൻത് ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം കോൺകേവ് ലെൻസ് ഡാഷ് ആൻ ഇമേജ് ഓൺ സ്ക്രീൻ. അതായത് കോൺകേവ് ലെൻസിൽ നിന്നും വരുന്ന റിഫ്രാക്റ്റഡ് റേസ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് കേട്ടോ. എല്ലാരും കണ്ണടച്ചേ. ഇനി ഇമേജ് ഫോം ചെയ്തു എന്നുള്ളവരൊന്ന് ഈ സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തു എന്നുള്ളവരൊന്ന് 1 കാണിക്കുക, ചെയ്തില്ല എന്നുള്ളവർ 2 കാണിക്കുക. ഒന്ന് കാണിച്ചു നോക്കട്ടെ. സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്ത ഫാത്തിമ ഇസ്മായിൽ ഒന്നും കാണിക്കുന്നില്ല, വെറുതെ താളം പിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. ഫാത്തിമ ഇസ്മായിൽ ഓക്കെ താങ്ക് യു. ഇനി കണ്ണു തുറന്നു. മീറ്റ് ചെയ്യുന്നില്ല അല്ലെ? ഇമേജ് ഫോം ചെയ്യുന്നില്ല. മീറ്റ് ചെയ്താലേ ഇമേജ് ഫോം ചെയ്യുള്ളൂ. റിയൽ ഇമേജ് കേട്ടോ. എഴുതിക്കോ. വെയിറ്റ് ചെയ്യണേ. doesn't form refracted rays from concave lens doesn't form an image on screen. Image screenil form ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നൗറിനെ കൊണ്ട് വായിപ്പിക്കാം. നൗറിൻ വായിച്ചോളൂ. Concave lens form image on the same side as the object. Ask the object. അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലാണ് കോൺകേവ് ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതാ ക്വസ്റ്റ്യൻ കേട്ടോ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്.
ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ്? എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. ഓക്കെ, ട്രൂ. എല്ലാവരും കണ്ണടക്കുക. അരീനെ ഒന്നും കണ്ണടക്കുന്നില്ല. കണ്ണടച്ചോ. ഓക്കെ. ട്രൂ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഫോൾസ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ട്രൂ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഫോൾസ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. സ്വാലിക്ക് അത് ഫോൾസ് ആണ്. ഓക്കെ, തഫ്സി അൻസാരി കൈ കൈ കാണിക്കുന്നുണ്ട്. ഓക്കെ, അഫിനാഷിമിനും അത് ഫോൾസ് ആണ്, ആദിലിനും ഫോൾസ് ആണ് അല്ലെ. അതെങ്ങനെയാ ഫോൾസ് ആവുക? ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലല്ലേ നിങ്ങൾ കണ്ടേ അല്ലേ? അല്ലാണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണോ കണ്ടേ? ഈ സൈഡിലാണോ കണ്ടേ? ലെൻസിന്റെ അപ്പുറത്തല്ലല്ലോ കണ്ടേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റിയൽ എന്ന് വിളിച്ചേനെ. വിർച്വൽ ആയതുകൊണ്ട് ഇപ്പറയല്ലേ ഒബ്ജക്റ്റ് ഏത് സൈഡിലായിരിക്കുന്ന? ലെൻസിന്റെ ലെഫ്റ്റില്. അവിടെ തന്നെയല്ലേ ഇമേജ് കണ്ട, അതുകൊണ്ടല്ലേ നിങ്ങൾ അതിൽ നോക്കിയപ്പോ കണ്ടത്. മനസ്സിലായ? 3 പേർക്ക് കിട്ടിയാ? ആ ഫോൾസ് പറഞ്ഞ 3 പേർക്ക് മനസ്സിലായ? ഓക്കെ, എഴുതി. ഇത് ട്രൂ ആണ് കേട്ടോ, ട്രൂ ആണ്. റിഫ്രാക്റ്റഡ് റേസ് എന്താ പറയുക? അല്ല, കോൺകേവ് ലെൻസ് ഫോംസ് ആൻഡ് ഇമേജ്. വിർച്വൽ ഇമേജ് ആണ് അത്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലാണ് ഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാണ് മിററിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജ് ഇതിൽ വിർച്വലാ. പക്ഷേ മിററിൽ എന്തായിരുന്നു ആൽബിനെ? ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ആയിരുന്നോ മിററില്? അല്ല, അത് റിയൽ ആണ് അല്ലെ. കാരണം സ്ക്രീൻ ഫ്രണ്ടിലല്ലേ വയ്ക്കുക, അവിടെ റിയൽ ആണ്. അതാണ് ഇതൊന്നും കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞെങ്കിൽ നമുക്ക് അരീനെ കൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിപ്പിക്കാം. അരീന വായിച്ചോളൂ. Refracted rays from a concave lens dash at a point. അതായത് കോൺകേവ് ലെൻസിൽ നിന്നും വരുന്ന റിഫ്രാക്റ്റഡ് റേസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി, ഫീൽ ചെയ്തു. ഓക്കെ, കണ്ണടച്ചോ. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു എന്നുള്ള ഒരു 1 കാണിക്കുക, മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി എന്നുള്ള ഒരു 2 കാണിക്കുക. ഓക്കെ, താങ്ക് യു. അല്ലല്ലോ, നിഷാനൊന്ന് കാണിച്ചേ. നിഷാന് 2 ആണോ അത്? ബാക്കി എല്ലാവരും കണ്ണു പറഞ്ഞത് നിഷാന എത്ര 2 ആണോ 1 ആണോ കാണിച്ചേ? നിഷാന സിയാദ് 2 ആണ്. നിഷാന മറ്റേ യേശു ക്രിസ്തുവിന്റെ പടത്തിൽ പോലെ ഇങ്ങനെ കാണിച്ച ഞാൻ 1 ആണ് 2 ആണെന്ന് എങ്ങനെ അറിയാ? ഇങ്ങനെ തിരിക്കാൻ പറയോ? ഫ്ലിപ്പ് ചെയ്യോ? ഓക്കെ, എഴുതിക്കോ. 2 ആണ് അല്ലെ? 2 ആണ്. അപ്പിയർ ടു മീറ്റ് ചെയ്യുന്നത് പോലെ. അപ്പിയർ ടു മീറ്റ്. അടുത്ത നമുക്ക് തഫ്സിയ അൻസാരിനെ കൊണ്ട് വായിപ്പിക്കാം. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് എന്റെ തഫ്സിയ വായിക്കും. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം എ കോൺകേവ് ലെൻസ് അപ്പിയർ ടു മീറ്റ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് പോലെയാണ് റിഫ്രാക്റ്റഡ് റേസ് പോകുന്നത്. ഓക്കെ, അതിന് തഫ്സിയ വായിച്ചോ. Image of distant object formed by convex lenses, real or virtual? റിയൽ ആണോ വിർച്വൽ ആണോ തഫ്സിയ? എന്റെ അടുത്താണോ? തഫ്സിയ ഞാനല്ലല്ലോ. വിർച്വൽ ആണോ? അടുത്ത മുഹമ്മദ് അമീൻ. ഫാത്തിമ ഇസ്മായില പറഞ്ഞോ. അല്ല, ഒന്ന് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, മാറിപ്പോയില്ലേ. കോൺകേവ് ആണ്. സോറി. കോൺകേവ് ഞാൻ കോപ്പി ചെയ്ത് മാറിപ്പോയത്. കുഴപ്പമില്ല. ഇനി മുഹമ്മദ് അമീൻ അടുത്ത പറഞ്ഞു. ഹൈലി ഡിമിനിഷ്ഡ്, എല്ലാർജിന് സെയിം സൈസ്. ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ. ഇനി അടുത്തത് ദിയ. ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്? ഇറക്റ്റ്. നേരെയല്ലേ കണ്ടേ? അനീറ്റ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. Parallel rays after refraction through the convex lens concave lens appear to diverge from a point called a focus. True or false? എന്തൊക്കെ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചേക്കണേ അല്ലെ. പാരലൽ റേസ് ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെയാ പോകുന്നതെന്നൊക്കെ. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ. ഇത് ട്രൂ ആണെന്നുള്ളവരൊന്ന് കൈവെക്കേ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് എന്നുള്ളവരൊന്ന് കൈവെക്കേ. അരീനയ്ക്ക് കണ്ണടയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല, പിന്നെയാണ് കൈവെക്കുന്നത് അല്ലെ. ഫോൾസ് ആണെന്നുള്ളവരൊന്ന് കൈവെക്കേ.
ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നുള്ളവര്? അമാന, സ്വാലിഹ, അമാൻ, ഇലാഹി, സ്വാലിഹ അല്ലെ? 3 പേരെന്ന് പറഞ്ഞ എന്താ ഫോൾസ് ആയെന്ന്? ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുക. അതുകൊണ്ടല്ലേ പലത് ഞാൻ പറഞ്ഞു കാണിച്ചു തന്നില്ലേ ഇപ്പോ? ഒരു പോയിന്റിൽ നിന്ന് ഈ റേക്ക് ഡൈവേർജ് ചെയ്യുന്നത്. പിന്നെ എന്താ കുഴപ്പം? എന്താ അമ്മാനെ? ചുമ്മാ യോഗ്യത ആരും ഇല്ലാത്തോണ്ട് പറഞ്ഞോ. നിങ്ങൾ കാരണം പറ പിള്ളേരെ, എന്നാലല്ലേ എനിക്ക് ഇനി പഠിപ്പിക്കുമ്പോ പിള്ളേർക്ക് ഇങ്ങനെ കുറച്ച് പിള്ളേർ മനസ്സിലാക്കുന്നത്. എനിക്ക് വേണ്ടിട്ട് ചോദിക്കുന്ന കേട്ടോ. അമ്മാൻ പറഞ്ഞോ, എന്താ കൈവക്കേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? എന്താണ് പ്രശ്നം? പറഞ്ഞോ. ചുമ്മാ കൈവക്കുക. ഓക്കെ. അപ്പോ ഒരു പോയിന്റിൽ നിന്നും വരുന്നത് പോലെ അല്ലെ, അപ്പിയർ ടു ഡൈവേർജ്. ഒരു പോയിന്റിൽ നിന്നും വരുന്നില്ല, വരുന്നത് പോലെ. പറഞ്ഞോ. സർ, ഇമേജിന്റെ ഹൈലി ഡിമിനിഷ്ഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഹൈലി ഡിമിനിഷ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തൂടി കണ്ടത് വലിയ ബിൽഡിംഗ്. നിങ്ങൾ അതിന്റെ അകത്തൂടി എന്താ കണ്ട ഒബ്ജക്റ്റ് നോക്കി? മെഴുകുതിരി അല്ലല്ലോ, അതിലും വളരെ വലിപ്പം കൂടിയ എന്തോ ഒന്നല്ലേ കണ്ടേ? അപ്പൊ നമ്മൾ മെഴുകുതിരി വെച്ചിട്ട് ഇനി പറയുമ്പോ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ വലിയ ബിൽഡിങ്ങും എല്ലാം കൂടി കണ്ടത് ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോ പ്രശ്നമല്ലേ? അപ്പൊ ഇത് വളരെ ചെറുതെന്ന് വിളിക്കുന്നു, അതിനെ ചെറുതെന്ന് വിളിക്കുന്നു. സൈസ് വളരെ കുറവാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം ഒരു ക്യാൻഡിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൈസ് കുറയുന്നു. അപ്പൊ അതിന്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കുഞ്ഞു ലെൻസിലൂടെ നിങ്ങൾക്ക് അത് കിട്ടിയില്ലേ? ഇത്രയും ചെറിയ ലെൻസിലൂടെ നിങ്ങൾ അതിന്റെ ഇമേജ്, ഇത്രയും വലിയ സ്ഥലം ഇമേജ് കണ്ടില്ലേ? അപ്പൊ ഡിമിനിഷ്ഡ് എന്ന് പറയുന്നു. ഓക്കെ, ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തിയറി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തിയറിയാണ്. ഇത് കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തിയറി പാർട്ട്. നിങ്ങൾ കോൺവെക്സ് ലെൻസിന് ഹെഡിങ് കൊടുത്തോ? കോൺകേവ് ലെൻസിന് ഹെഡിങ് കൊടുത്തായിരുന്നോ? കൊടുക്കണമെങ്കിൽ അതിന്റെ ആ ക്വസ്റ്റിനെയർ എഴുതിയില്ലേ? അതെ, ക്വസ്റ്റിനെയർ എഴുതിയില്ല, അതിന്റെ മുകളിൽ കോൺകേവ് ലെൻസ് എന്നൊരു ഹെഡിങ് കൊടുത്തോ? കോൺകേവ് ലെൻസ്. അയ്യോ, ഇത് പോയില്ലോ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചോടാ. കോൺവെക്സ് മാറ്റി കോൺകേവ് എന്നാക്കണം കേട്ടോ എഴുതുന്ന ആള്. കോൺവെക്സ് 2 ആവർത്തിക്കുന്നുണ്ട്, അത് മാറ്റി കോൺകേവ് ലെൻസ് ആക്കുക. എന്തെങ്കിലും സംശയം അതിനകത്തോണ്ടെങ്കിൽ ചോദിച്ചു. ക്വസ്റ്റിനെയർ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ പറ എഴുതുന്ന ആള് കേട്ടോ. ജിലാനി ഉറങ്ങല്ലേ കുട്ടാ? ജിലാനിക്ക് പണി വരുന്നല്ലേ ഉള്ളൂ. എന്റെ പണി ഇതേ ഇപ്പൊ തീരുവാണ്. പറഞ്ഞോ. കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇനി എന്താ ഇവിടെ നടന്നതെന്ന് നോക്കാം കേട്ടോ. എന്താണ് ഇവിടെ നടന്നത്? നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുകയാണ്. കോൺകേവ് ലെൻസ് വരയ്ക്കുന്നു. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. ഒരു ലൈറ്റ് റേ പാരലൽ ആയിട്ട് ഇതിലേക്ക് ചെല്ലാണ്. ഇതിന്റെ ആദ്യത്തെ സർഫസിലേക്ക് ചെല്ലുന്നു. എയർ ടു ഗ്ലാസ് ആണ്. എന്താ സാറ ഫാത്തിമ സംഭവിക്കുക? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ അല്ലേ? അപ്പൊ ഞാനൊരു നോർമൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഞാനൊരു നോർമൽ വരച്ചാൽ ഈ റേ എന്ത് ചെയ്യും? ഞാൻ ഒരു നോർമൽ വരച്ച ഈ റേ നോർമൽ നോട് ചേർന്നായിരിക്കും പോവാ. മനസ്സിലായോ? ഇതുപോലെ പോവും. ഓക്കെ, നോർമൽ നോട് ചേർന്ന്. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുവാണ്? വീണ്ടും ഒരു നോർമലോട് ഇതിനകത്ത് വരയ്ക്കുകയാണ്. കാരണം വേറൊരു സർഫസിലേക്കാണല്ലോ, ഇത് വേറെ സർഫസ് ആണ്. അപ്പോ ഈ പോയിന്റിൽ ഞാൻ വീണ്ടും ഒരു നോർമൽ വരച്ച എങ്ങടേക്കായിരിക്കും അമ്മാനെ പോവാ? എങ്ങടേക്കായിരിക്കും പോവാ? ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നോർമലിൽ നിന്നും മാറിയിട്ടായിരിക്കും പോവാ. അപ്പൊ മനസ്സിലായ എന്തുകൊണ്ടാണ് ഡൈവേർജ് ചെയ്യുന്നതെന്ന്? ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ പാരലായിട്ട് മറ്റൊരു റേ വരയ്ക്കുന്നു. പാരലായിട്ട് ഇതിലെ ഫസ്റ്റ് സർഫസിലേക്ക് ചെല്ലുന്നു. ഇവിടെ ഞാൻ നോർമൽ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു നോർമൽ വരച്ച ഇത് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു നോർമൽ വരച്ച എയറിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കല്ല, അപ്പോ ബെൻഡ് അവേ ഫ്രം നോർമൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ റേസ് ഡൈവേർജ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാണിക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്ററിലേക്ക് വരച്ചിട്ട് ഡൈവേർജ് ചെയ്യുന്ന കാണിച്ചാലും മതി. അതായത് ലെൻസ് വരയ്ക്കുക, ലെൻസ് വരച്ചിട്ട് എന്ത് ചെയ്യുക, പ്രിൻസിപ്പൽ ആക്സ് മാർക്ക് ചെയ്യുക, ട്രേസ് വരയ്ക്കുക, എന്നിട്ട് ഇതിന്റെ സെന്റർ പോർഷനിലേക്ക് വരച്ചിട്ടേ അത് ഡൈവേർജ് ചെയ്ത് പോകുന്ന കാണിച്ചാലും മതി. ഇങ്ങനെ വരച്ചിട്ട് അത് ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ പോയിന്റിൽ മീറ്റ് ചെയ്യിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഫോക്കസീനെ വരച്ചോ കേട്ടോ. ഫോക്കസ് എവിടെയാന്ന് ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് ആ ഫോക്കസീന്ന് ഇത് ഇങ്ങനെ വരച്ചു. അതുപോലെ ഇവിടെയും ഇവിടുന്ന് ഇത് ഇങ്ങനെ വരച്ചു. അപ്പൊ ആ കറക്റ്റ് ആ പോയിന്റ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ മീറ്റ് ചെയ്തൊന്നും വരില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിർച്വൽ ആണ് അല്ലെ, അത് റിയൽ അല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡോട്ട് എടുത്ത് കാണിക്കുക. ബാക്കിലേക്ക് വരയ്ക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡോട്ട് എടുത്ത് കാണിക്കുക. ഓക്കെ, വരച്ചോളൂ. ഇതിന്റെ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നെങ്കിൽ ഫോക്കസ് ഫോം ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് നെഗറ്റീവ് ആയി, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തോ. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്, എഫ്. മിററിൽ പഠിച്ച പോലെ തന്നെ. ഒന്ന് വേണമെങ്കിൽ കൂടുതൽ റേസ് വരയ്ക്കാം കേട്ടോ, കൊളാക്കണ്ടെന്ന് വിചാരിച്ചാണ് 2 റേസ് വേണമെങ്കിൽ 2 വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. എത്ര റേസ് വരച്ചാലും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫോക്കസ് ആയിരിക്കും, പാരലൽ ആണെങ്കിൽ. അതുകൊണ്ടാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് നിങ്ങൾക്ക് ഫോക്കസിൽ കിട്ടും എന്ന് പറയുന്നത്, അവിടെ മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ആട്ടോ. അപ്പൊ ആ ക്വസ്റ്റിനെയറിന് മുന്നേ അല്ലെങ്കിൽ ഫിഗറിന് മുന്നേ ഒക്കെ കോൺകേവ് ലെൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റിനെയറിന് മുന്നേ കൊടുക്കുക. ഇപ്പൊ ഇന്നിപ്പോ എഴുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസിന് മുന്നേ കോൺകേവ്. നമ്മൾ മേളിൽ കോൺവെക്സ് അല്ല ചെയ്തത്, ഇത് കോൺകേവ്. അപ്പൊ ഇതിന്റെ ഫോക്കസിന് നമുക്കൊരു പേരോട് വിളിക്കാം, വിർച്വൽ ഫോക്കസ് എന്ന് പറയാം. ശരിക്കും ഉള്ളതല്ലല്ലോ, വിർച്വൽ അല്ല, അതുകൊണ്ട് വിർച്വൽ ഫോക്കസ് എന്ന് ഹെഡിങ് കൊടുക്കാം അല്ലെ. ഇതിന്റെ ആ ഫോക്കസിന് നെയിം കൊടുക്കാം, വിർച്വൽ ഫോക്കസ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഫോക്കസ് ഇല്ലല്ലോ, വിർച്വൽ അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ ഡിഫൈൻ ചെയ്യാം. എന്താണ് റേ പാരലൽ ടു ദി, പഴയ കഥയൊക്കെ തന്നെ, റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, rays parallel to the principal axis, parallel to the principal axis, after refraction will appear to diverge from a point. After refraction will appear to diverge from a point. Diverge from a point called principal focus. ഇത് മാറിപ്പോരുത് കേട്ടോ. ഇത് കൂടുതലും കണ്ടുവരുന്ന മിസ്റ്റേക്ക് അതാണ്. ഇത് മാറിപ്പോവും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം അറിയായിരിക്കും, ഒരെണ്ണത്തില് കൺവേർജ് ചെയ്യുന്നു, മറ്റേതിൽ അപ്പിയർ ടു ഡൈവേർജ് ആണെന്നുള്ള കാര്യം അറിയായിരിക്കും. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. കാരണം മിററും ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. മിററിലുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മിററിൽ നമുക്ക് ഫോക്കസ് ഇതുപോലെ കിട്ടിയത് എവിടെയായിരുന്നു? കോൺവെക്സിലായിരുന്നു അല്ലെ, കോൺവെക്സിലാണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന കോൺകേവിലാണ്. ആ കാര്യം ഓർത്തിരിക്കും. Rays parallel to the principal axis after refraction will appear to diverge from a point called principal focus. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ഇനി ആരെയും എഴുതുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ, ഒന്ന് കൈപ്പൊക്കോ. നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈപ്പൊക്കി. ആ, അൻഷിത എഴുതിക്കോ, എഴുതി. കഴിയുമ്പോ പറയട്ടെ അൻഷിത. കഴിഞ്ഞു സാർ. കഴിഞ്ഞു. ഓക്കെ,
ഇതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇതാ ഇവിടെ കോൺവെക്സ് വെച്ചപ്പോ എല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുവാണ് ചെയ്തത്. പക്ഷെ കോൺകേവ് വെച്ചപ്പോ ഇത് എല്ലാ റേസും ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ ഈ റേസ് ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതായത് സൺറൈസ് പാരലായിട്ട് വരുന്നു, നമ്മൾ ലെൻസ് വെക്കുന്നു, ഇതെല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബേൺ ചെയ്യും അല്ലെ. ഇത് കത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ തന്നെയാണ് മിറർ വെച്ചാലും കോൺകേവ് മിറർ വെക്കണം കേട്ടോ. കോൺകേവ് മിറർ വെക്കുമ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ബേൺ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് വരക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും കൺവേർജിങ് ആയതുകൊണ്ടാണ്. ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ ഈ സണ്ണിന്റെ ഒരു ബ്രൈറ്റ് സ്പോട്ട് അവിടെ ഫോം ചെയ്യുവാണ്, ഒരു റിയൽ ഇമേജ്. അങ്ങനെ വരുമ്പോൾ അത് ഹോട്ട് ആവും. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസ്. ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിക്കാം. ഹെഡിങ് കൊടുത്തോ, ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ലെൻസ് വേണം അല്ലെ, ഒരു സ്ക്രീൻ വേണം, പിന്നെ ക്യാൻഡിൽ വെക്കാൻ വേണ്ടി നിങ്ങളുടെ എന്തെങ്കിലും ഒരു നീക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, മാഗ്നറ്റ് വെച്ചിരിക്കുന്ന ആ കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് ലാബിന്റെ കവറിലൊക്കെ വെക്കാം. ഓക്കെ, അതിനകത്ത് വെച്ചിട്ട് മൂവ് ചെയ്യിക്കുക. ഇനി ഇതിനകത്ത് ഫോക്കസിന്റെ ലൈൻസ് ഒക്കെ വേണം. എത്ര ലൈൻസ് വേണ്ടി വരും? ആർക്ക് പറയാം? ഫോക്കസിനെ റെപ്രസെന്റ് ചെയ്ത ലൈൻ വേണം, സെന്റർ ഓഫ് കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്ത ലൈൻ വേണം. എത്ര ലൈൻ വേണം ഒന്ന് കാണിച്ച്, എത്ര ലൈൻ വേണം എന്ന് കാണിച്ചേ. ഞാനും അതിലൊക്കെ 2 കാണിക്കുമ്പോൾ കുറെ പേര് 4 കാണിക്കുന്നു. ഞാനും അതിലും അനീറ്റിയൊക്കെ 2 കാണിക്കുമ്പോൾ എന്താ 4 കാണിക്കുന്ന നിശാന ചെയ്യാതെ? എന്താ 4? 2 പോരെ? ഫോക്കസിനെ റെപ്രസെന്റ് ചെയ്തും സെന്റർ ഓഫ് കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്തും. ഓരോ ലെൻസിനും ഓരോന്നോ? അതെ അത് തന്നെ, അതാ ചോദിച്ചത്. എന്താണ്? ലെൻസിന്റെ അപ്പുറം ഇപ്പുറം വേണം അല്ലേ? ഇത് മിററല്ലല്ലോ. സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ അപ്പുറയൊക്കെ ഇമേജ് ഫോം ചെയ്യില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പുറയും 2 അപ്പൊ മൊത്തം 4 ലൈൻ വേണം അല്ലെ. ആദ്യം എന്ത് ചെയ്യണം? പോളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ലൈൻ വേണം. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ചാർട്ട് ഉണ്ടോ? 2 ചാർട്ട് ഉണ്ടോ? 2 ചാർട്ട് ഉണ്ട് അല്ലെ. ഓക്കെ, ഒരു പണി, നിങ്ങൾക്ക് എങ്ങനെ 2 ചാർട്ട് ഒട്ടിക്കണം, അതോ ഒരു ചാർട്ട് 2ആയിട്ട് കീറിയിട്ട് നീളത്തിൽ വേണോ? ഏതാണ് ചെയ്യേണ്ടത്? മനസ്സിലായോ? അതായത് 2 ചാർട്ട് ഇങ്ങനെ വെച്ചാൽ മതിയോ, അതോ ഒരു ചാർട്ട് തന്നെ നീളത്തിൽ കീറിയിട്ട് 2ആയിട്ട് വെച്ചാൽ മതിയോ? മേശയുടെ സ്ഥലമൊക്കെ വെച്ച് നോക്കി പറഞ്ഞാണ്. ഈ 2 വലിയ ചാർട്ട് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ കിട്ടുമോ? 2 വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഒരു ചാർട്ട് തന്നെ 2ആയിട്ട് കീറിയിട്ട് ആ നീളത്തിന് വെച്ചാൽ മതി. നമുക്ക് എത്ര നീളം കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ഒന്ന് പറയാമോ? നിങ്ങളുടെ ലെൻസ് നോക്കിയിട്ട് ഫോക്കൽ ലെങ്ത് എത്രയാണ്? കോൺവെക്സ് ലെൻസ് എടുക്കുക. കോൺവെക്സിലെ ഫോക്കൽ ലെങ്ത് എത്ര എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? കമന്റ് ചെയ്താലും മതി. നിങ്ങൾ കമന്റ് ചെയ്തേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയത് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മെഷർ ചെയ്ത് കിട്ടിയില്ലേ? മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ കൂടെ അതിന്റെ കൂടെ കമന്റ് ചെയ്യുക. 2 സെയിം ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ മെഷർ ചെയ്തപ്പോ കിട്ടിയില്ലേ? ഇന്നലെ മെഷർ ചെയ്യാൻ പറഞ്ഞില്ലേ? അനശ്വരയ്ക്ക് 15 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ മെഷർ ചെയ്തപ്പോ എത്ര അനശ്വര കിട്ടിയ? മെഷർ ചെയ്തായിരുന്നോ? ആഫ്രയ്ക്ക് 19, 20. ഓക്കെ, പിന്നെ 20 സെന്റിമീറ്റർ. സാർ, എനിക്ക് ആ 15 തന്നെ വെച്ചപ്പോ നല്ല ഇമേജ് ആയിരുന്നു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കിയായിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. 15 തന്നെ എനിക്ക് കിട്ടിയത്. 15 ഇതെന്താ പ്രശ്നം എന്നറിയോ? 15, 19. അതാ ഫാത്തിമാറ്റിന്റെ അതേ പ്രശ്നമാണ് എന്റെ ഉണ്ടായിരുന്ന ലെൻസിലും. ഓക്കെ, ഞാനിത് വരയ്ക്കാൻ വേണ്ടിട്ടേ കഴിഞ്ഞ ദിവസം എടുത്തു കഴിഞ്ഞപ്പോ എന്റെ 15 സെന്റിമീറ്റർ, പക്ഷെ 15 സെന്റിമീറ്റർ വെച്ചപ്പോ കിട്ടിയില്ല. അത് 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ചിലരുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മാറിയിട്ടുണ്ടോ ഈ പ്രിന്റ് ചെയ്തതെന്ന്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അറ്റ് സീൽ ഒബ്ജക്റ്റ് വെക്കും. അറ്റ് സീൽ ഒബ്ജക്റ്റ് വെച്ച് എവിടെയായിരിക്കും ഇമേജ് കിട്ടുക? അറ്റ് സി തന്നെയല്ലേ കിട്ടുക. അപ്പൊ നിങ്ങൾ ഫോക്കൽ ലെങ്ത് ഡബിൾ എടുത്തിട്ട് ക്യാൻഡിൽ വെച്ചിട്ട് നോക്കിയാൽ മതി, കറക്റ്റ് സി തന്നെ കിട്ടണോ? നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ സി തന്നെ കിട്ടും, അല്ലെങ്കിൽ അത് മാറിപ്പോവും. ഇപ്പൊ 15 ഉള്ള ഒരു 15 വെച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇതുപോലെ ചാർട്ട് 2ആയിട്ട് കീറുക. 2ആയിട്ട് കീറിയിട്ട് 2 ചാർട്ടിന്റെയും സെന്ററിലായിട്ട് വെക്കുക. ഇപ്പൊ ഫോക്കൽ ലെങ്ത് ഞാൻ പറയാം. ഫോക്കൽ ലെങ്ത് ഇപ്പോ 20 ആണെന്നെങ്കിൽ, ഫോക്കൽ ലെങ്ത് സപ്പോസ് 20 ആണെങ്കിൽ
ഒരു 20 എഫിലേക്ക് വരില്ലേ? ഇത് പോള് 20 എഫിലേക്ക് വരും അല്ലെ? അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 സിയിലേക്ക് വരും. അപ്പൊ എത്രയായി? 40 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലായി. ഇവിടെയും 40 സെന്റിമീറ്റർ. അപ്പൊ 40 80 സെന്റിമീറ്റർ ലെങ്ത് നിങ്ങളുടെ ടേബിളിനുണ്ടോ? 80 സെന്റിമീറ്റർ. ഈ രണ്ട് സ്കെയിൽ ഉണ്ടല്ലോ, സ്കെയിൽ വെച്ച് നോക്ക്. 80 സെന്റിമീറ്റർ ഒക്കെ കാണൂലേ? നിങ്ങൾക്ക് ഇരിക്കാൻ തന്നെ വേണം ഒരു 30-35 സെന്റിമീറ്റർ. ഒന്ന് നോക്കിയേ. ഇല്ല 80 ഇല്ലേ? കറക്റ്റ് കിട്ടിയാ മതി. 80 കിട്ടുമോ? ആ അയ്യോ ആരാണത്? ജീലാനി മൊത്തം പോയില്ലോ ജീലാനി. ഫിസിക്സ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടല്ലോ. എന്തോ പറ്റി ജീലാനി? നമ്മൾ എത്ര നാളായി ജീലാനി പറഞ്ഞു ചാർട്ട് മേടിക്കാൻ. ജീലാനിക്കല്ല കഴിഞ്ഞ ദിവസം ഇതില്ലാന്ന് പറഞ്ഞേ. ഇതുണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം? മിററിന്റെ ഹോൾഡർ എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, ജീലാനി അടുത്ത ദിവസത്തേക്ക് ചാർട്ട് റെഡിയാക്കി വെക്കും. ചാർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എനിക്ക്, വെറുതെ കണ്ടോണ്ടിരിക്കുക എന്താ പോലെ കേട്ടോ. ചാർട്ടില്ലാത്ത വേറെ ആരുള്ള? ആ പറഞ്ഞോ. ആർക്കാണ്? അലൈന ഹോൾഡർ ഉണ്ടാക്കിയ? മിറർ ഹോൾഡർ ഉണ്ടാക്കി. ചാർട്ട് വേണല്ലോ അലൈന. ചാർട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു തൽക്കാലം ഒരു പണി നിങ്ങൾ നോക്കി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടേബിളിൽ വല്ല വരയ്ക്കാൻ പറ്റുമോ പെൻസിൽ ഉപയോഗിച്ചല്ലോ? ചാർട്ട് അടുത്ത ക്ലാസ് മുതൽ ചാർട്ട് വേണം കേട്ടോ. അടുത്ത ക്ലാസ് ഇന്നിപ്പോ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് എന്നാലും ഒരു കേസ് ചെയ്യാം. എന്താ ചെയ്യുന്ന ഒരു ഐഡിയ തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ചാർട്ട് മസ്റ്റ് ആണ്. ചാർട്ടിന്റെ കാര്യം എപ്പോഴും ഓർക്കുക. അൽഷിഫ പറഞ്ഞോ. എന്റെയിലും ചാർട്ടിൽ ഒരെണ്ണമുള്ളായിരുന്നു, പക്ഷെ അത് 30 സെന്റിമീറ്റർ എങ്ങാണ്ടുള്ളൂ, കുറച്ചുള്ളൂ. അത് മതി നമുക്ക് രണ്ടായിട്ട് കീറാം. അതാ പറഞ്ഞ രണ്ടായിട്ട് കീറാം. ഒരു ചാർട്ട് പകുതിയൊക്കെ വെട്ടി വെച്ചേക്കാ. അതും പകുതിയാക്കിയാ. ഓക്കെ, ഇവിടെ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാർട്ട് ഒന്ന് മടക്കുക. ഇതെങ്ങനെ മടക്കിയിട്ട് രണ്ടായിട്ട് കീറാ, ലെങ്ത് കിട്ടാൻ വേണ്ടിട്ട്. കാരണം 80 സെന്റിമീറ്റർ വേണ്ട. നിങ്ങളുടെ ചാർട്ടിന് 80 ഒന്നും കാണില്ല. നിങ്ങളുടെ ചാർട്ടിന് എത്രയായിരിക്കും കാണുക? 30. ആ 15 ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലെ? 15 ഉള്ളവർക്ക് കിട്ടുമോ? 60 കിട്ടുമോ? എന്നാലും ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കൊരു പണി, ആ ചാർട്ട് രണ്ടായിട്ട് മടക്കി കീറിക്കോ. ഇതുപോലെ ഞാൻ കീറി വെച്ചേക്കുന്നത് കാണിച്ചത് കണ്ടോ? ഇത് ഞാൻ രണ്ടായിട്ട് കീറിയതാണ് കണ്ടോ. മറ്റേ രണ്ട് വലിയ ചാർട്ട് വെക്കുമ്പോഴത്തേക്കും ഒത്തിരി നിങ്ങൾ തന്നെ ഇടങ്ങേറലാവും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇത് രണ്ടെടുക്കുക, ഇതുപോലെ രണ്ടായിട്ട് കീറുക. എന്നിട്ട് നീളത്തിന് ഇങ്ങനെ വെച്ചാൽ മതി. ഒരു 80 സെന്റിമീറ്റർ ഒക്കെ ലെങ്ത് എല്ലാവരുടെ ടേബിളിലും ഇല്ലേ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ 80 സെന്റിമീറ്റർ ലെങ്ത്. അഫ്ര പറഞ്ഞോ. എത്ര സെന്റിമീറ്റർ? അങ്ങനെ വെക്കാൻ പാടാ. അപ്പൊ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല 80 സെന്റിമീറ്ററിൽ വെച്ചാ. അത് കുഴപ്പമില്ല. ക്യാമറ ഈ പറഞ്ഞ പോലെ പാടായിരിക്കും 80 സെന്റിമീറ്ററിൽ വെക്കുമ്പോ അല്ലെ? അത് കുഴപ്പമില്ല. നിങ്ങളത് ചെയ്താൽ മതി. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. 80 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടോ നോക്കാം എല്ലാവരും. ഇപ്പൊ ഈ ഫോക്കൽ ലെങ്ത് 15 ഉള്ളവർക്ക് 60 മതിയെങ്കിലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫോക്കൽ ലെങ്ത് വ്യത്യാസമാണ്. അനുശ്വരയുടെ ഒക്കെ കറക്റ്റ് 15 ആണെന്ന് പറഞ്ഞു അല്ലെ? കുഴപ്പമില്ല, 15 60 മതിയാവും. എന്നാലും 80 എടുത്തോ. 20ലും കൂടുതലൊന്നും ആർക്കും ഇല്ലല്ലോ. ഫോക്കൽ ലെങ്ത് 20യും കൂടുതൽ ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടായിട്ട് കീറിയാ? നിങ്ങൾ രണ്ടായിട്ട് കീറിയാ? നമ്മളിനി എവിടെയായിരിക്കും ലെൻസ് വെക്കാൻ എളുപ്പം? എവിടെയാ? ഞാൻ നിങ്ങളോട് സജഷൻ ചോദിക്കുക. ലെൻസ് വെക്കാൻ എവിടെയായിരിക്കും എളുപ്പം ലെൻസ് വെക്കാൻ? ഈ പേപ്പറിൽ വെക്കുന്നതാണോ ഈ പേപ്പറിൽ വെക്കുന്നതാണോ? ആർക്കും അറിയാം? നമുക്ക് ചെയ്യാൻ എളുപ്പം എവിടെയാ? ലെൻസ് എവിടെ വെക്കുന്നതായിരിക്കും? ആരെങ്കിലും സജഷൻ തരാം, അല്ലെങ്കിൽ ഞാനൊരു സജഷൻ പറയാം. രണ്ടിന്റെ സെന്ററിലാണോ? മിടുക്കൻ. അത് തന്നെ രണ്ടിന്റെ സെന്ററിൽ വെച്ചാ പോരെ. അപ്പൊ നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും എടുക്കുമ്പോ എളുപ്പമുണ്ട് അല്ലെ? ഇവിടുന്ന് കറക്റ്റ് എത്ര സെന്റിമീറ്റർ ആണ് ഇവിടെ എടുക്കാൻ എളുപ്പമുണ്ട്. അവിടെ രണ്ടിന്റെ സെന്ററിൽ നമ്മൾ ലെൻസ് വെക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് ഒരു 40 സെന്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് ഒരു 40 സെന്റിമീറ്റർ. അത് എടുക്കാൻ പറ്റേ കേട്ടോ. ലൈനൊക്കെ വരയ്ക്കാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ ഫോക്കൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, അതുകൊണ്ട് ചാർട്ട് കീറിയോ? ചാർട്ട് കീറിയിട്ട് ഇതുപോലെ വെച്ചോ. സെന്റർ നിങ്ങളുടെ അടുത്ത് പറ്റേ. നിങ്ങൾ നടുക്കിരുന്നോ. എന്നിട്ട് ആ രണ്ട് ചാർട്ടിന്റെ സെന്റർ നിങ്ങളുടെ നേരെ വരട്ടെ. അല്ല, രണ്ട് ചാർട്ടിന്റെ എൻഡ് നിങ്ങളുടെ നേരെ വരട്ടെ. ഇതുപോലെ കണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞോ. എന്റെ ഫോക്കൽ ലെങ്ത് 15 കാണിച്ചേക്കണം. ഇന്നലെ എനിക്ക് മെഷർ ചെയ്ത് നോക്കിയപ്പോ 6.5 വന്നേ. എത്ര? 6.5. 6.5ഓ? അങ്ങനെ വരില്ലല്ലോ. നല്ല ഷാർപ്പ് ഇമേജ് ആണ് കിട്ടിയേ, അതോ വെറുതെ ഒരു ഇമേജ് ഫോം ചെയ്തോളോ?
ഷാർപ്പ് ചിലപ്പോ എന്ത് ചെയ്യും, ചിലപ്പോ ചുമ്മാ ഒരു വെട്ടൊക്കെ അതിനകത്തേക്ക് വരും. അത് നമ്മൾ എടുക്കരുത്. അത് ഷാർപ്പ് ആവുന്ന അത് കുഴപ്പമില്ല. എന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ആക്ടിവിറ്റി അതിന് വേണ്ടിയിട്ടാ കേട്ടോ. ഇന്ന് വേറൊന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ നോക്കിയിട്ട് ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണുള്ളൂ. ഫോക്കൽ ലെങ്ത് നിങ്ങളുടെ എല്ലാവരെയും കറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ലെൻസ് എല്ലാവരും എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ആ 2 ചാർട്ട് വെച്ചിട്ടില്ല അതിന്റെ സെന്ററിൽ ലെൻസ് വെക്കുക. ലെൻസ് എടുത്തിട്ട് ഏതാ വെക്കണ്ടേ? കോൺവെക്സ് കേട്ടോ. കോൺവെക്സ്, കോൺകേവ് അല്ല, കോൺവെക്സ് എടുത്തു നോക്കുക. മാഗ്നിഫൈങ് ഗ്ലാസ് ആണ് കോൺവെക്സ് എന്ന് പറയുന്നത്. നോക്കി കഴിയുമ്പോൾ വലുതായിട്ട് കാണാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് എടുത്തു വെച്ചോ. കോൺവെക്സ് ലെൻസ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോഴും ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചോളണം. അപ്പൊ ചോദിച്ച് ക്ലിയർ ആക്കി പൊക്കോളണം. അസ്യൂം ലെസ് ആസ്ക് മോർ എന്നാണ്. കുറച്ച് മാത്രം അസ്യൂം ചെയ്യുക, കൂടുതൽ ചോദിക്കുക. ഓക്കെ, മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലേ നോക്കി കണ്ട. മാഗ്നിഫൈങ് ഗ്ലാസ് എടുത്തു അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു. നമ്മള് ഫസ്റ്റ് മിററിന്റെ ആക്ടിവിറ്റി ചെയ്ത ചാർട്ടിലാട്ടോ ഞാൻ ചെയ്യണം, അതിന്റെ അപ്പുറ സൈഡില്. ഓക്കെ ഓക്കെ, വേറെ പറയണമെന്നില്ലല്ലോ അല്ലേ? അത് അപ്പുറത്തെ സൈഡിലാണ് നമ്മളന്ന് നേരത്തെ വരച്ചത് സെന്റർ ഓഫ് കർവേച്ചറൊക്കെ. ഏത് കോൺവെക്സ് ലെൻസ് ആണ് എടുക്കണ്ടേ? ഓക്കെ, സെന്ററിൽ പ്ലേസ് ചെയ്ത് വെച്ചാ എല്ലാരും പറയാം. സെന്ററിൽ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറയാം. എല്ലാരും വെച്ച് സെന്ററിൽ വെച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉഴപ്പ് കാണിക്കരുതേ. തഫ്സിയൊക്കെ വെച്ചോ? സെന്ററിൽ വെച്ചല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചിട്ട് പോരെ. ഇത് മാറിപ്പോവാണ്ടേ, ഇതൊന്ന് ഒട്ടിച്ചിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, പോവാൻ ചാൻസ് ഇല്ല, ചാർട്ട് ആയതുകൊണ്ട് അത്യാവശ്യം കട്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ നോക്കിയാൽ മതി എപ്പോഴും ഇത് മാറിയിട്ടുണ്ടോന്ന്. ഈ സെന്റർ നോക്കിയാൽ മതിയല്ലോ. കഴിഞ്ഞാ? ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും മിററിന്റെ ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണ്. ഫോക്കൽ ലെങ്ത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വേറൊരു മെത്തേഡാണ് കേട്ടോ. ഇത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്, വേറെ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത മെത്തേഡാണ്. സെന്റർ ഓഫ് കർവേച്ചർ മെത്തേഡ്. അതായത് സെന്റർ ഓഫ് കർവേച്ചർ വെച്ചിട്ട് നോക്കും. എങ്ങനെ? അതായത് 15 ഉള്ളവർ എത്ര സെന്റിമീറ്റർ വെച്ച് നോക്കണം? ഡബിൾ ഡിസ്റ്റൻസ് എത്രയാ? 60 വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലല്ല റിയൽ ഇമേജ് ഫോം ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ 60 തന്നെ ഇമേജ് കിട്ടണ്ടോ നോക്കാം. അല്ല സോറി, 50 ഉള്ളവർ എന്ത് ചെയ്യാ? 30 സെന്റിമീറ്ററിൽ വയ്ക്കുക. ഓക്കെ, 30 സെന്റിമീറ്റർ വെച്ചിട്ട് ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ 30 സെന്റിമീറ്റർ മാറി ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി 20 സെന്റിമീറ്റർ ഉള്ളവർ എന്ത് ചെയ്യുക? ലെൻസിന്റെ റൈറ്റ് സൈഡിൽ എവിടെ വെച്ചാലും റൈറ്റ് സൈഡിൽ ഒബ്ജക്ട് വെക്കുക, 20 സെന്റിമീറ്റർ മാറി. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 40 സെന്റിമീറ്റർ മാറി ഒബ്ജക്ട് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 40 സെന്റിമീറ്റർ മാറി ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കാം. ഡബിൾ ഡിസ്റ്റൻസ് ഓർത്താൽ മതി കേട്ടോ. ഫോക്കൽ ലെങ്തിന്റെ ഡബിൾ ഡിസ്റ്റൻസ് അപ്പുറം വെക്കുക, ഇപ്പുറം ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കാം. ഡബിൾ ഡിസ്റ്റൻസിൽ തന്നെ സെയിം സൈസിലാണെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സെയിം സൈസിൽ ഇമേജ് ഫോം ചെയ്യണ്ടോന്ന്. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിച്ചു? നിങ്ങൾ ചെയ്തോ? കിട്ടുന്നവരെ കൈവക്കിക്കോ. അത് ഓക്കെ ആയിട്ടുള്ളവരെ കൈവക്കിക്കോ. ആ 2 ഡിസ്റ്റൻസ് ഓക്കെ ആണ് സാറേ, എന്റെ ഫോക്കൽ ലെങ്ത് ഇതാണ്, ഞങ്ങൾക്ക് ഇനി മാറ്റമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അടിച്ചു. അലൈന ഇപ്പൊ എന്താ ചെയ്യാ? അലൈന ചാർട്ട്, അലൈന അത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാലോ അലൈന അല്ലെ? ഇന്ന് ചാർട്ട് ഇല്ലാത്തവർക്കും ചെയ്യാം. അത് ചെക്ക് ചെയ്തോ. ആദ്യം എന്ത് ചെയ്യാ? ലെൻസ് അലൈനയുടെ സെന്ററിൽ വെക്കുക. അലൈനയുടെ ഫോക്കൽ ലെങ്ത് എത്രയാ ലെൻസിന്റെ? 15. അലൈന എന്ത് ചെയ്യാ? ചെയ്തപ്പോഴും 50 ആണ് കിട്ടിയത്. എന്നാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എന്ത് ചെയ്യണം? ലെൻസിന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് വെക്കുക, ക്യാൻഡിൽ കത്തിച്ചു വെക്കുക, മെഴുകുതിരിയില്ലേ കത്തിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ക്രീൻ വെക്കുക. അതേ ഡിസ്റ്റൻസിൽ തന്നെ വെക്കുക. അവിടെ തന്നെ ഇമേജ്. അനശ്വര കിട്ടിയാ? ചെയ്യല്ലേ? പെട്ടെന്നാവട്ടെ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഒക്കെ ഓൺ ചെയ്യുക കേട്ടോ. ചെയ്തോ. നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം കേട്ടോ. എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. അതെ, ഇവിടെ നോക്കിക്കോട്ടെ പിള്ളേരെ. ഞാൻ ചെയ്യുന്ന നോക്കി. കാണുന്നില്ല? എന്റെ കാണുന്നില്ലേ? എന്റെ കാണുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കുറെ തെറ്റുകൾ മനസ്സിലാക്കാം. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റൊക്കെ ഓൾറെഡി ഞാൻ ആദ്യം ചെയ്തു വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നോക്കിക്കോ. നമ്മുടെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? അതായത് ഇതിൽ 15 സെന്റിമീറ്റർ. ഞാൻ 15 സെന്റിമീറ്റർ മാറ്റി 30 സെന്റിമീറ്റർ മാറ്റി വെക്കുക. ഡബിൾ എടുത്തിട്ട് കണ്ടോ? 30 സെന്റിമീറ്റർ മാറ്റി. കാണുന്നുണ്ടോ? 30 സെന്റിമീറ്റർ മാറ്റി വെച്ചവിടെ കാണുന്നുണ്ടോ? മാറ്റി. എന്നിട്ട് ഞാൻ സ്ക്രീൻ വെച്ചിട്ട് നോക്കി. എന്റെ 50 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ സ്ക്രീൻ വെച്ച് നോക്കി. കണ്ട ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാ നോക്കി? കണ്ട കുറെ ദൂരെയാണ്. കണ്ട ഇത്രയും മാറിയാണ്. ഇത് 30 ഒന്നും അല്ല. 30 ഇതേ ഒരു സ്കെയിലിനേക്കാളും വലുപ്പത്തിലാണ്. കണ്ട? അപ്പൊ എന്റെ ഫോക്കൽ ലെങ്ത്തിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. ആ പ്രിന്റ് ചെയ്തേക്കുന്ന ഫോക്കൽ ലെങ്ത്തിൽ എന്തോ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു 20 സെന്റിമീറ്റർ എടുത്ത് വെച്ച് നോക്കി കേട്ടോ. അപ്പൊ 20 എടുക്കാൻ വേണ്ടി ഞാൻ ലെൻസ് വെച്ചു.
ലെൻസിൽ നിന്ന് 20 എടുത്തു. 20 അല്ല 40 ഡബിൾ ഡിസ്റ്റൻസ് അല്ലേ, ഇവിടെ വരെ 20 ഉണ്ട്. ഇനി ഒരു 20 കൂടെ എടുത്തിട്ട് 40 സെന്റിമീറ്ററിൽ വെച്ച് നോക്കി, കണ്ടോട്ടോ 40 വെച്ചു. എന്നിട്ട് ഞാൻ എവിടെ ഇമേജ് കിട്ടണമെന്ന് നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് ഞാൻ ഇമേജ് എവിടെ കിട്ടണേ നോക്കുവാണ്, ഷാർപ്പ് ഇമേജ് കേട്ടോ, നോക്കിക്കോളൂ. കണ്ടോ ഞാൻ ഓക്കെ ഇതാ ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോ ഇത്രയും 30 ആണ്, പിന്നെ ഒരു 10 സെന്റിമീറ്ററോടെ വരും, കണ്ടോ. ഓക്കെ, അപ്പൊ എന്റെ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് മനസ്സിലായി. 15 അല്ല, അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, 20 ആണെന്ന് മനസ്സിലായി. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഇതാണ് ഇന്നത്തെ മെത്തേഡ്. അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ ബാക്കി കൊണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയാണ്. അപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇരിക്കുക. അപ്പൊ നമുക്ക് കുറെ സമയം ലാഭിക്കാൻ പറ്റും. ഫോക്കൽ ലെങ്ത് ഒക്കെ ഒന്ന് എല്ലാവരും നോക്കി. അനശ്വര റെഡി ആയോ? ചെയ്തോണ്ടിരിക്കുക സാർ. ഈ ലെൻസിന്റെ പുറകില് ക്യാൻഡിലും ഫ്രണ്ടില് സ്ക്രീനിലൊക്കെ ഉണ്ടേ. അങ്ങനെയല്ലേ വരുള്ളൂ, കാരണം ഇത് റിഫ്രാക്ഷൻ ആണോ, ലൈറ്റ് ഇതിൽ കൂടെ കടന്നു പോയിട്ടല്ലേ ഇമേജ് ഫോം ചെയ്യാം. ബോബി ഡബിൾ ഡിസ്റ്റൻസ് വെക്കണോട്ടോ. ബോബിയുടെ എത്ര ഫോക്കൽ ലെങ്ത്? അഫ്രാലി മിടുക്കി. എത്രയാ ഫോക്കൽ ലെങ്ത്? എത്രയാ? 20 ആണ്. 20 എത്ര എഴുതിയിരുന്നേ? അതും 20. എത്ര കിട്ടിയത്? എത്രയാ കിട്ടിയതിൽ എനിക്ക് 40 കിട്ടി. അല്ലെ, കഴിഞ്ഞ ദിവസം മെഷർ ചെയ്ത് കിട്ടിയ എത്രയാ? എനിക്ക് 90 മെഷർ ചെയ്തത്. അത് കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 20 അല്ലെ. അപ്പൊ 3 റിസൾട്ടാ, 3 ട്രയൽ നമ്മൾ നടത്തി, 3 ഓക്കെയാണ്, നമുക്ക് മുന്നോട്ട് പോവാം. അഫ്രേഡ് ഓക്കെയാണ്. പിന്നെ ബാക്കിയുള്ളവര് ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മുടെ ഇപ്പൊ ഈ ബിഗിനിങ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് ഇത് 3 തവണ ചെയ്ത് നിങ്ങൾ ഇത് ക്ലാരിറ്റി വരുത്തിയ ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണിച്ച് പെട്ടെന്ന് ഒപ്പിച്ചു കൂട്ടി ഫോക്കൽ ലെങ്ത് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി മുന്നോട്ട് പോകില്ല, സമയം പിടിക്കും കേട്ടോ. പെട്ടെന്നാവട്ടെ. അൻഷിതിന് കിട്ടുന്നുണ്ടോ? ഫോക്കൽ ലെങ്ത് 15 ഉള്ളവർ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, 20 ഇട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. 20 ഇട്ട് ചെക്ക് ചെയ്യാം. എനിക്ക് കിട്ടിയില്ല സാർ. എത്രയിലാ കിട്ടിയ? അല്ല, എത്രയിലാ വച്ചത്? എത്രയിലാ? ഞാൻ 40 വെച്ചേക്കണേ. 40 വെച്ചിട്ട് കിട്ടിയിട്ടില്ല. അതിൽ എത്ര എഴുതിയേക്കുന്ന? എത്രയാ? അതില് 15 എഴുതിയേക്കണം. പക്ഷെ അതാദ്യം നോക്ക്, 15 ആദ്യം നോക്ക്, എന്നിട്ട് 20 വെച്ച് നോക്കിയാൽ മതി കേട്ടോ. അതിൽ പ്രിന്റ് ചെയ്തേക്കുന്ന ആദ്യം നോക്ക്. ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എല്ലാവരിലും ഉണ്ടെന്നല്ല, ചിലപ്പോ ചിലതിൽ മിസ്റ്റേക്ക് വരാമെന്നാ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്തേക്കുന്നതിൽ ആദ്യം നോക്കുക, എന്നിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ നോക്കിയാൽ മതി. പ്രിന്റ് ചെയ്തപ്പോ 15 ആണെങ്കിൽ 30 വെച്ചിട്ട് റൈറ്റ് സൈഡിലും 30 തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. സാർ എനിക്ക് കിട്ടി, കറക്റ്റ് 30 തന്നെ കിട്ടിയത്. 30 തന്നെ കിട്ടി. ഇനി ഫാത്തിമ ചെയ്യേ, എത്രയല്ലേ കിട്ടിയേ? എഴുതിയേക്കുന്നു 15 അല്ലേ? എഴുതിയേക്കണ 50, എനിക്ക് 20 കിട്ടിയേ. 20 കിട്ടി. അതാർക്കാ അത്? ഫാത്തിമ. ഫാത്തിമയ്ക്ക് എന്റെ ഉണ്ടാകുന്ന അതേ പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ ചിലപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ചിലരേലൊക്കെ പ്രശ്നം വരാം, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല. അപ്പൊ 20 ആണെന്ന് ഓർത്ത് വെക്കാം. അതൊന്ന് മാറ്റി എഴുതിയേക്ക് അതിനകത്ത് കേട്ടോ. ഫോക്കൽ ലെങ്ത് 20 ആണ്. പിന്നെ ബാക്കിയുള്ളവര് സാർ എനിക്കും കിട്ടി. എത്ര കിട്ടിയേ? 30 വെച്ചപ്പോ തന്നെ 50 കിട്ടി. 15 ആണ് ഫോക്കൽ ലെങ്ത്. പ്രിന്റ് ചെയ്തേക്കുന്നത് എത്രയാ? 30. പ്രിന്റ് ചെയ്തേക്കുന്നത് 15 അല്ലേ? 15 അല്ലേ? കവറിൽ ഇന്നലെ ചെയ്തപ്പോ എത്ര ഡിസ്റ്റൻസ് കിട്ടിയേ? എനിക്ക് 14 കിട്ടിയേ. 14. അത് കുഴപ്പമില്ല. ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊടിക്കൊക്കെ മാറിയിരിക്കാം. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ട്, പൊടിക്കുന്ന സ്ക്രീൻ മാറിയ 1 സെന്റിമീറ്റർ മാറും. അത് കുഴപ്പമില്ല. എന്നാലും അപ്രോക്സിമേറ്റ് 3 സെയിം ആണല്ലോ, കുഴപ്പമില്ല. അലൈനക്ക് എത്ര കിട്ടുന്നത്? 15 തന്നെ. പ്രിന്റ് ചെയ്തേക്കുന്ന എത്രയാ? 15 ആണ്. ഓക്കെ ആണ്. പിന്നെ ബാക്കിയുള്ളവർ പെട്ടെന്ന് പറ. മുഹമ്മദ് അമീൻ ചെയ്യുന്നുണ്ടോ? മുഹമ്മദേ കിട്ടി. എത്രയാണ്? പ്രിന്റ് പറ, കിട്ടിയേക്കുന്ന പറ കേട്ടോ. പ്രിന്റ് 15 കിട്ടിയത് 20. ഓക്കെ, ആർക്കാ? ആച്ചു എന്ത് ചെയ്തോ? അതിനകത്തൊന്ന് തിരുത്തിയേക്ക് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഒന്ന് തിരുത്തിയേക്ക്. പിന്നെ കിട്ടി. പറഞ്ഞോ. പ്രിന്റ് കിട്ടിയത് 20. ഓക്കെ, തിരുത്തിയേക്ക്. പിന്നെ നൗറിൻ 20 കിട്ടിയേക്കുന്നോ? 15. അതൊന്ന് തിരുത്തിയേക്ക് കേട്ടോ. 20 കിട്ടുന്നില്ല. 20 ഒബ്ജക്റ്റ് വെക്കുമ്പോ 40 ഒബ്ജക്റ്റ് വെക്കുമ്പോ 40 ഇമേജ് കിട്ടിയോ? ഓക്കെ. ഇനി കിട്ടിയവർ ലെഫ്റ്റ് ആയി പോകോളൂ. ഓക്കെ, താങ്ക് യു. കിട്ടിയവർ ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ. 40 വെച്ച് നോക്കാം കേട്ടോ. 20 ഉള്ളവർ 20 ഉള്ളവർ 40 വെക്കുക, 15 ഉള്ളവർ 30 വെക്കുക. ഡബിൾ ഡിസ്റ്റൻസ് മറക്കരുതേ.
സാറേ എന്റെ 50 തന്നെ കിട്ടണം. 15 തന്നെ കിട്ടി. പ്രിന്റ് 15 തന്നെയാണ്. ആ ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. അമാനിലാഹി പറഞ്ഞോ. എനിക്ക് 15 തന്നെ കിട്ടി. 15 പ്രിന്റ് ചെയ്തേക്കുന്ന സാർ ലെഫ്റ്റ് ആവട്ടോ. ലെഫ്റ്റ് ആയിക്കോ. ലെഫ്റ്റ് ആയിക്കോ. കിട്ടിയവർ ലെഫ്റ്റ് ആയിക്കോ. കിട്ടിയവർ നിൽക്കണ്ട കേട്ടോ. കിട്ടിയവർ ലെഫ്റ്റ് ആയിക്കോളൂ. കിട്ടാത്തവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ലെൻസിന്റെ ഈ വട്ടം മാത്രമേ വന്നോളൂ. അയ്യോ, അത് ലെൻസ് മാറിപ്പോയി. ലെൻസ് മാറിപ്പോയിട്ടുണ്ടാവും. ലെൻസിന്റെ വട്ടം മാത്രം വരുന്നുണ്ട്. ഏതാ ഒന്ന് കാണിച്ചാ മാനെ. ലെൻസ് മാറിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് ഈ ലെൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇത് കണ്ടോ ആ ലെൻസ് ഒന്ന് കാണിച്ചേ. ആ ലെൻസ് അത് കുഴപ്പമില്ല, അത് ഇമേജാ. അത് പുറകോട്ട് കൊണ്ടുപോയിക്കേ. സ്ക്രീൻ ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിക്കേ. അത് ഇമേജാ. അത് ക്യാൻഡില. കണ്ട അത് ആയിക്കോളും. വന്നില്ലേ? അത് സെയിം സൈസ് അല്ലല്ലോ അല്ലെ അമ്മാനെ? അത് സെയിം സൈസാ അല്ല. അത് അമ്മാനെ എത്രയിലാ വെച്ചേ? ഞാൻ 30-ലാണ് അല്ലെ. അപ്പൊ അമ്മാന്റെ ചിലപ്പോ മിക്കവാറും 40-ലായിരിക്കും. 20 ആയിരിക്കും ഫോക്കൽ ലെങ്ത്. ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ വന്നാലും മതി കേട്ടോ. ഇപ്പൊ ഇനിയിപ്പോ ക്ലാസ്സിൽ ഇരിക്കണം എന്നില്ല. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിന്നാ മതി. ഓക്കെ. എൽദോസെ പറഞ്ഞോ. ഞാൻ 50 മാറ്റി 30 വെച്ചു. 30 2-3 സെന്റിമീറ്റർ മാറ്റി ഷാർപ്പ് ഇമേജ് കിട്ടണേ. 15 ആണ് ഫോക്കൽ ലെങ്ത് അല്ലെ? അതെ. അപ്പൊ 30-ൽ വെച്ചു. 30-ൽ ഒബ്ജക്ട് വെച്ചിട്ട് 30 സെന്റിമീറ്ററിൽ കറക്റ്റ് കിട്ടില്ല. കറക്റ്റ് കിട്ടണല്ലോ. അത് കുറച്ച് മാറ്റുമ്പോഴത്തേക്കും ഷാർപ്പ് ഇമേജ് എത്ര? കിട്ടും. 1-2 സെന്റിമീറ്റർ ഉള്ളോ? ഒരു 3 സെന്റിമീറ്റർ. നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. 30 വെച്ച് തന്നെ ചെയ്യാം. ഉണ്ടെങ്കിൽ അപ്പൊ നോക്കിയാൽ മതിയല്ലോ. അടുത്ത ആള് ആൽഷിഫ. എന്താ പ്രോബ്ലം പറഞ്ഞോ. എനിക്കും കിട്ടി സാർ. എന്റെ ഫോക്കൽ ലെങ്ത് 15 ആയിരുന്നു കൊടുത്തത്. അപ്പൊ കിട്ടി. ഓക്കെ. സാറ. സാർ എനിക്ക് കിട്ടുന്നില്ല. ഒന്ന് കാണിച്ച് നോക്കട്ടെ. കിട്ടാണ്ടിരിക്കാൻ വഴിയില്ലോ. വീഡിയോ ഓൺ ചെയ്തേ. എത്ര സെന്റിമീറ്റർ വെച്ചേക്കുന്നേ? 30 സെന്റിമീറ്റർ. 30. 40-ൽ വെച്ചേ. 40-ൽ ഒരു 10 സെന്റിമീറ്റർ പുറകോട്ടേക്ക് വെച്ചേ. ഓക്കെ. 10 സെന്റിമീറ്ററോടെ പുറകോട്ടേക്ക്. ഇനി ഫാത്തിമ ബീവി പറഞ്ഞോ. ഫാത്തിമ പറഞ്ഞോ. എന്റെ ഫോക്കൽ ലെങ്ത് ആണ് 20. അപ്പൊ ഞാൻ 40-ൽ വെച്ചു. അപ്പൊ 33 സെന്റിമീറ്ററിലാണ് കിട്ടുന്നത്. 15 ആയിരിക്കും ഫോക്കൽ ലെങ്ത്. 15 ആയിരിക്കും. 15 വെച്ച് നോക്കി. അപ്പൊ ഷാർപ്പ് ഇമേജ് കിട്ടുന്നില്ല. ഇങ്ങനെ ബ്ലർ ആയിട്ടാ കാണിക്കുന്നത്. ഏത് 15 സെന്റിമീറ്റർ?